ഇനിയിപ്പോൾ നമുക്ക് എന്താ വീക്കിലി അനാലിസിസിലേക്ക് കടക്കാം അല്ലേ? വീക്കിലി അനാലിസിസിലേക്ക് കടക്കാം എന്ന് വെച്ചാൽ വീക്കിലി പെർഫോമൻസ് റിവ്യൂ എന്നുള്ള രീതിയിലാണ് നമ്മുടെ അനാലിസിസ് നടത്തുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ വീക്കിലി പെർഫോമൻസ് റിവ്യൂ എന്ന് പറഞ്ഞാൽ ഈ ആഴ്ച നിങ്ങൾ നടത്തിയ പെർഫോമൻസിനെ കുറിച്ചിട്ടാണ് ഇത് നടത്തുന്നത് അല്ലെങ്കിൽ ചെയ്യുന്നത്. ട്രേഡ്വുഡിന് സ്ട്രാറ്റജി ഉണ്ട്, അല്ലെങ്കിൽ ട്രേഡ്വുഡിന് സ്ട്രാറ്റജി ഉണ്ട്, എല്ലാവർക്കും അറിയാം. ഒരു സ്ട്രാറ്റജി ഉണ്ട്. ആ സ്ട്രാറ്റജി ബേസ് ചെയ്തിട്ടാണ് നമ്മൾ വീക്കിലി അനാലിസിസ് നടത്തുന്നത്. വീക്കിലി അനാലിസിസിൽ അല്ലെങ്കിൽ വീക്കിലി പെർഫോം ചെയ്യാൻ വേണ്ടി തന്നിരിക്കുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത് 2.5% ആണ്. ജസ്റ്റ് ഒന്ന് എല്ലാവരോടും കൂടി പറയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, പറയുന്നതാണ്. 2.5% ആണ്. 2.5% അച്ചീവ് ചെയ്ത ആളുകളും അതുപോലെ തന്നെ അച്ചീവ് ചെയ്യാത്ത ആളുകളും അതുപോലെ തന്നെ വലിയ ലോസ് വരുത്തിയ ആളുകളൊക്കെ കുറിച്ചിട്ട് നമ്മൾ സംസാരിക്കും. അതാണ് വീക്കിലി പെർഫോമൻസ് റിവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്നത്തെയും പോലെ തുടങ്ങാം എന്ന് വെച്ചാൽ ഇത്തവണ എത്ര ആളുകൾ അല്ലെങ്കിൽ ഈ വീക്ക് എത്ര ആളുകൾ ട്രേഡ് എടുത്തിട്ടുണ്ടെന്നൊന്ന് എനിക്കറിയണം. ഒന്ന് കൈപൊക്കുക. ഈ വീക്ക് ട്രേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു സ്ട്രാറ്റജി പ്രകാരം ഞാൻ ഇതിന്റെ ഇടയിൽ പെട്ടെന്ന് ഡിസ്കണക്ട് ആയി പോയി. ഇപ്പോഴാണ് വന്നത്. വീക്കിലി അനാലിസിസ് അതാണ്. ഈ വീക്ക് എത്ര ആളുകൾ ട്രേഡ് എടുത്തിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ട്രേഡ് സ്ട്രാറ്റജി ബേസ് ചെയ്തിട്ട് 14 പേര് എടുത്തിട്ടുണ്ട്. 14 പേര് എടുത്തതിൽ 14 പേര് എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇവിടെ വന്ന ആളുകളിൽ 14 പേരാന്ന് തോന്നുന്നു. ടോട്ടൽ 14 പേര് എടുത്തിട്ടുണ്ട്. അതിൽ എത്ര പേര് വിൻ ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയേണ്ടത്. അടുത്തത് ഒന്ന് കൈവന്നിച്ച് എത്ര പേര് സക്സസ് ആയിട്ടുണ്ട് എന്നുള്ളത്. സാർ എന്തായാലും 16 പേര് എടുത്തിട്ടുണ്ട്, ഉറപ്പാണ്. കാരണം ഒരു ദിവസം 16 ആള് ട്രേഡ് ചെയ്തിട്ടുണ്ടല്ലോ 2 ദിവസം മുന്നേ. ആയിക്കോട്ടെ, നമുക്ക് വന്ന ആളുകളെ വെച്ചിട്ട് നമുക്ക് നോക്കാം. വിൻ ചെയ്ത ആളുകൾ എത്ര പേരുണ്ട് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത് ആദ്യം. ഓക്കെ, എത്ര പേര് ആളുകളുണ്ട്? 11 പേര്. 14 പേരിൽ 11 പേര് വിൻ ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, വിൻ ചെയ്ത ആളുകൾ ബാക്കി 3 പേരാണ്. എന്തായാലും അവിടെ നിൽക്കട്ടെ. വിൻ ചെയ്ത ആളുകളിൽ ആദ്യത്തെ എന്ന് പറയുന്നത് നമ്മൾ എന്നത്തെയും പറയുന്ന പോലെ തന്നെ ഒരു 50% തുടങ്ങാം. എനിക്ക് തോന്നുന്നു ആരോ 50% അടുത്ത് ആരോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. 50% പ്രോഫിറ്റും എബോ 50% പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്ത ആളുകൾ ആരെങ്കിലും ഉണ്ടോ? ഒന്നൊരു കൈപ്പറ്റിച്ചു. എബോ 50%. 50% ഉണ്ടോ ഷാജാൻ? 4.9. ഓ ഈ വീക്കിൽ 54.9. അതാ 54.49. അടിപൊളി. ഒരാളുണ്ട് അല്ലേ 50%. ചെറിയ പരിപാടി ഒന്നുമല്ലല്ലോ. ആൽവിൻ വായൊക്കെ തുറക്കുന്നുണ്ട്. ആൽവിനോട് ഒന്ന് പറഞ്ഞു കൊടുത്തേ. കാരണം എന്ന് വെച്ചാൽ ആൽവിൻ ഉണ്ടായിരുന്നില്ലേ ഷാജാൻ ജോയിൻ ചെയ്ത സമയത്ത്. എന്തായിരുന്നു ഈ 50%ക്ക് എത്താനുള്ള പ്രചോദനം എന്നൊന്ന് പറഞ്ഞു കൊടുത്തേ. പ്രചോദനം ഇവിടെ വന്നിട്ട് ഞാൻ നേരത്തെയും പറയുന്നത് അറിയിച്ചാണ്. ഇവിടെ വന്നിട്ട് എന്ത് കിട്ടിയെന്ന് എപ്പോഴും ചോദിക്കാറുണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ എന്ത് കളഞ്ഞു എന്ന് ചോദിക്കണം. അപ്പോഴാണ് കിട്ടുക. നമ്മളെ ഇമോഷൻസിലും നമ്മളുടെ ഓവർ ട്രേഡിങ്ങിലും നമ്മളെ ഈ പറഞ്ഞ ഇൻഡിക്കേറ്റർ അടക്കം അനാവശ്യമായിട്ടുള്ള പ്രാക്ടീസുകളിലും എന്തൊക്കെ കളഞ്ഞു, എത്ര കളയും തോറും നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി വരുന്നുണ്ടെന്ന് തോന്നുന്നു. അതെ, ക്ലാരിറ്റി വരും. പിന്നെ ഈ പറഞ്ഞ മാതിരി ഇപ്പോഴും ഞാൻ മുഴുവൻ ഈ സ്ട്രാറ്റജി ഇപ്പോഴും പഠിച്ചിട്ടില്ല. ശരിക്കും എനിക്കറിയാതെ ചില കാര്യങ്ങളിൽ വീക്ക്നെസ് എനിക്കുണ്ട്. അപ്പൊ അതൊന്ന് ഇമ്പ്രൂവ് ചെയ്യിക്കണം കൂടി. പക്ഷെ നല്ല ട്രേഡുകൾ പിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അല്ലേ? അതെ. അത് എനിക്ക് മുമ്പൊരു ശീലം ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർട്ടിലൊക്കെ കയറി നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ട്രേഡ് കാണണം. അപ്പൊ അത് പിന്നെ ട്രേഡ് ഉണ്ടാക്കാൻ നോക്കും. ട്രെൻഡ് ലൈൻ തന്നെ ഇങ്ങനെ വളച്ചു പിരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ താമരശ്ശേരി 15 മിനിറ്റ് 5 മിനിറ്റ് അതിന്റെ താഴെ പോവാറില്ല. വെച്ചിട്ട് കിട്ടും. ആ രൂപത്തിൽ തന്നെ നോക്കി. പിന്നെ ഈ ട്രെൻഡ് ലൈൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ അവർലി 30 മിനിറ്റ് ഒക്കെ വേണമെങ്കിൽ ജസ്റ്റ് 1-2 പോയിന്റ് നമുക്ക് കിട്ടിയ മാർക്ക് ചെയ്ത് ജസ്റ്റ് ഇടുക, ഒരു ലൈൻ വരച്ചിടുക. പിന്നെ എപ്പോഴെങ്കിലും അവിടെ വരുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ നല്ല സെറ്റപ്പ് ആണ് തോന്നിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി കുറഞ്ഞു വരുമ്പോ നമുക്ക് കയറാൻ പറ്റും. പ്രത്യേകിച്ചും ഷാജാന് അതിന് ഞാനൊരു കാര്യം പറയട്ടോ. മറ്റുള്ള ആളുകൾക്ക് ഇല്ലാത്തൊരു ഇത് ഷാജാനുള്ള പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ഷാജാന്റെ അതിനുള്ള ക്യാപിറ്റൽ ഉണ്ട്. ഞാൻ പറയട്ടോ, ക്യാപിറ്റൽ ഉണ്ട്. പിന്നെ നിങ്ങളെല്ലാം ക്യാപിറ്റൽ ഉണ്ട്. അപ്പൊ അതൊരു അഡ്വാൻറ്റേജ് ആണ്. പ്രയോറിറ്റി എന്നല്ല, ഒരു അഡ്വാൻറ്റേജ് ആണ്. മെന്റലി നമുക്ക് കുറച്ചൊരു ധൈര്യം തരും. ഒന്ന് ഷാജാൻ ഫണ്ട് എടുത്താ ഷാജാൻ എങ്ങനെ തരുന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ട്, ഞങ്ങൾ ഇതൊന്നും ഡിസ്കസ് ചെയ്തില്ല. ഞാൻ മനസ്സിലാക്കി ഫണ്ട് ഇപ്പൊ ഒരു $1000, $2000, $3000 ഇട്ടുണ്ടെങ്കിൽ അന്ന് എടുക്കുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഹ്യൂജ് ക്വാണ്ടിറ്റി ആയിരുന്നു. ഇപ്പൊ എന്താണ്, ഇപ്പൊ അത് ചെറിയ ക്വാണ്ടിറ്റിക്ക് ഷിഫ്റ്റ് ചെയ്തു അല്ലെ? അത് ഷിഫ്റ്റ് ചെയ്തു മാത്രമല്ല, മുമ്പ് കുറെ മൾട്ടിപ്പിൾ
ട്രേഡുകൾ പൊസിഷൻസ് ഒരേ സമയത്ത് പൊസിഷൻസ് എടുത്തിട്ടുണ്ട്. മൾട്ടിപ്പിൾ പൊസിഷൻസ് എപ്പോഴും ഉണ്ടാവും. അതും തന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇപ്പൊ എടുത്തിരിക്കുന്നത് 1.10 ആണ്. 0.10 എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചോ എന്ന് വെച്ചാൽ 0.10 എന്ന് പറയുന്നത് അല്ലെങ്കിൽ 0.1 എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന ബാക്കിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ബാഗേജ് ആണ്. ഷാജാനെ സംബന്ധിച്ചിടത്തോളം എന്താണ് വളരെ ചെറിയൊരു ബാഗേജ് ആണ് അല്ലേ? വളരെ ചെറിയ ബാഗേജ് അല്ലേ? വളരെ ചെറിയ ബാഗേജ് കുറച്ച് കൊണ്ടുവന്നിട്ടുള്ളതാണ്. കുറച്ച് കൊണ്ടുവന്നുള്ള. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അത്ഭുതപ്പെടുന്നത് ആ ഒരു ക്വാണ്ടിറ്റി ഷാജഹാന് 50% എത്താൻ വേണ്ടിയിട്ട് എന്താ ഐ മീൻ ഒരു ഫുള്ള് കൊടുക്കാന്ന് പറയില്ല, നമ്മൾ പറയില്ലേ ഒരു റണ്ണ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനൊരു ഫാസ്റ്റ് റണ്ണിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഉത്തേജകം കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയാം. നമുക്ക് വേണമെങ്കിൽ ഒരു ഡ്രഗ് അല്ലെങ്കിൽ ഇത് കൊടുത്തിട്ടുണ്ട്, ഐ മീൻ ഉണ്ടായിരിക്കും. ഇപ്പൊ ഷാജഹാൻ ഇപ്പോൾ 0.5 ഇതെല്ലാം എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് 25% ഒതുങ്ങിയേനെ. പക്ഷെ അത് സൈക്കോളജി റിലേറ്റഡ്. ഇതിപ്പോ ഞാൻ സംസാരിക്കാൻ പലപ്പോഴും ഞാനിത് സംസാരിക്കാൻ വിചാരിച്ചിരുന്ന സബ്ജക്റ്റ് ആയിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഷാജഹാനെ സംബന്ധിച്ചിടത്തോളം 1 ലോട്ടും 2 ലോട്ടും ഒക്കെ ആയിരുന്നു ആദ്യം ഉണ്ടായത് ബാഗേജ്. ആ ബാഗേജിൽ നിന്ന് വളരെ റിലീഫായിട്ട് 0.10 എത്തി. 0.10 എത്തുമ്പോഴെന്താണ് ക്യാപിറ്റൽ, നല്ലൊരു ക്യാപിറ്റൽ കയ്യിലുണ്ട്, പ്രൊട്ടക്റ്റീവ് ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റി എടുക്കുന്നുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇത് ഭയങ്കര പ്രശ്നമാണ്. ഷാജഹാനെ സംബന്ധിച്ച് വളരെ കൂളാണ് അല്ലേ? കൂളാണ്. എനിക്ക് സത്യത്തിൽ എനിക്ക് ആദ്യം ഇടാനൊരു ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. കാരണം മറ്റുള്ളവരൊക്കെ ആ രൂപത്തിൽ ഇടുമ്പോ ഞാൻ മാത്രം ഇങ്ങനെ ഇടുമ്പോ അത് മറ്റൊരു റോങ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ഇത് വരുമോ എന്നുള്ളത് ഇല്ല. നമ്മൾ അതിനെ കുറിച്ച് നമ്മൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. എന്ന് വെച്ചാല് അപ്പൊ ഈ പറഞ്ഞ മാതിരി മാക്സിമം സത്യസന്ധരാവാന്ന് പറഞ്ഞതിന്റെ പേരിൽ മാത്രമാണ് ഞാൻ അങ്ങനെ ഇട്ടത്. അല്ലെങ്കിൽ ഞാനതൊന്ന് കുറച്ചേനായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇട്ട് തന്നെ ചെയ്യണം. കാരണം ഇതിപ്പോ ഈ അപ്രീസിയേഷൻ കിട്ടുന്നത് ഷാജഹാനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഒന്നും ആയിരിക്കില്ല. ഇപ്പൊ പറഞ്ഞ പോലെ മെന്റാലിറ്റി അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചോളും. പക്ഷെ മറ്റുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ഇൻസ്പിറേഷൻ തന്നെയാണ്. കാരണം ഇത് കൃത്യമായിട്ട് പറയാൻ കഴിയുന്നുണ്ടല്ലോ, ഷാജഹാന് കൃത്യമായിട്ട് പറയാൻ കഴിയുന്നുണ്ടല്ലോ, ഇല്ലേ? ഞാൻ അത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു എന്ന് പറയുന്നുണ്ടല്ലോ. ഇത്രയും പോലും പറയാൻ കഴിയാതെ ഉള്ളിന്റെ ഉള്ളിൽ വിങ്ങിയിരിക്കുന്ന കുറെ ആളുകളുണ്ട് ഇവിടെ, അറിയോ? ഉണ്ട് സത്യമായിട്ട് എനിക്കറിയാം ഇവിടെ ഇരിക്കുന്നുണ്ട് എന്നുള്ളത്. പറയാൻ ഓപ്പൺ ചെയ്യാൻ പറ്റാതെ എനിക്ക് അത് വേണം, എനിക്ക് ഇത് വേണം, അത് വേണം എന്നുള്ളത്. പക്ഷെ ഷാജഹാനൊക്കെ ഞാൻ അപ്രീസിയേഷൻ ചെയ്യാൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞു, വന്നിട്ട് 2 ആഴ്ച ആയിട്ടുള്ളൂ. 2 ആഴ്ചയുടെ ഉള്ളിലാണ് നല്ലൊരു പ്രോഫിറ്റ് 50% ഓഫ് ക്യാപിറ്റൽ ഗെയിൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ വീക്കിൽ. അത് ഈ വീക്കിലാണ് അല്ലേ? കഴിഞ്ഞ വീക്കിൽ വേറെ ആയിരുന്നു. കഴിഞ്ഞ വീക്കിൽ എത്ര ഉണ്ടായിരുന്നു? 20 സംതിങ് ഉണ്ടായിരുന്നില്ലേ? ആ ഡേറ്റിലത്തെ കുറച്ച് ടോട്ടൽ ഉണ്ട് ഇപ്പോ ഒരു അതും ഈ 56.8 ആണ് വരുന്നത് അല്ലേ? ഓക്കെ. കഴിഞ്ഞ ആഴ്ച പക്ഷെ ട്രേഡ് തീരെ കുറച്ചെടുത്തിരുന്നുള്ളൂ. അതിനെന്തോ ലോസ് എന്തോ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? പിന്നെന്തോ ലോസ് സംഭവിച്ചു. ഓക്കെ, ഇല്ല. അപ്പൊ എന്തായാലും ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് എല്ലാവരോടും കൂടി പറയുന്നത്, കാരണം ഇപ്പൊ പുതിയ ആളാണ്, വളരെ ന്യൂ കമറാണ്. ന്യൂ കമർ എന്ന് വെച്ചാൽ മാർക്കറ്റിൽ ന്യൂ കമർ അല്ല, നമ്മുടെ ഗ്രൂപ്പിൽ ന്യൂ കമറാണ്. പിന്നെ അത് മാത്രമല്ല നമ്മൾ ഇവിടെ ഇരിക്കുന്നതിൽ തന്നെ ഏജായുള്ള ഒരാളും കൂടിയാണ്. എത്ര ഏജ് എന്നൊന്നും എനിക്കറിയില്ല, ഷാജഹാൻ തന്നെ പറഞ്ഞാണ് ഏജുള്ള ആളാണ്. അപ്പൊ ആൾക്ക് ഇങ്ങനെ മാറാൻ കഴിയുമെങ്കിൽ ഏജ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പലരും ചിലപ്പോ മക്കളുടെ പ്രായമാവും. അതൊക്കെയാണ് മക്കളുടെ പ്രായം. എന്തായാലും ഉണ്ട്, മക്കളുടെ പ്രായമുള്ള ആളുകളുണ്ട്. സിനാനൊക്കെ 19-20 വയസ്സായുള്ള ആളുകളുണ്ട് ഇവിടെ. 19-20 വയസ്സായ ആള്, 20-21 വയസ്സായ ആളുകളൊക്കെ ഉണ്ട് ഇവിടെ. ആളുകളുണ്ട്, എനിക്കറിയാം. അതുപോലെ തന്നെ പക്ഷെ പേടിക്കണ്ട, നമ്മള് മനസ്സുകൊണ്ട് എപ്പോഴും 18-19 തന്നെയാണ്. പക്ഷെ എടുത്ത ഡിസിഷനിലാണ് ഞാനിപ്പോ. അതെ, അതുകൊണ്ടാണല്ലോ ഡിസിഷൻ ഇങ്ങനെ എടുക്കാൻ പറ്റണേ അല്ലേ? ഓക്കെ. ആൽവിൻ കേൾക്കുന്നുണ്ടോ? ആൽവിനൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ എന്ന് വെച്ചിട്ട് ആൽവിൻ പറയും ഞാനിതൊക്കെ ചെയ്യും, നാളെ മുതൽ ചെയ്യുന്നു പറയും. ചെയ്യുന്നുള്ള കാണുന്നതല്ലേ? അപ്പൊ ഞാൻ പറയുന്നല്ല, ഞാനിപ്പോ കളിയാക്കി പറയുന്നല്ല കേട്ടോ. ആക്ച്വലി നമുക്കിതൊക്കെ മാതൃകയാണ്. പല ആളുകളും ഈ ഏജിൽ വരുന്ന സമയത്ത് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഇതുപോലെ സംസാരിച്ച് ഇപ്പൊ ഒരാളുണ്ടായിരുന്നു, ഒരു ഏജിൽ എന്നെ കൊണ്ട് പറ്റുമോ എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു. ആളിപ്പോ ഏത് വഴി പോയെന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ ആ ഒരു ഏജ് എന്ന് പറയുന്നത് വലിയൊരു ഘടകം തന്നെയാണ്. ഒരു 15 മുകളിൽ എന്നൊക്കെ പറയുന്നത് ഏജ് വലിയൊരു ഘടകമാണ്. അപ്പൊ ആ ഒരു സമയത്ത് പെട്ടെന്ന് നമ്മൾ സ്വിച്ച് ചെയ്ത് ഒരു നല്ലൊരു ഫോക്കസ് ആയിട്ട്, മാക്സിമം ഫോക്കസ് ചെയ്ത്, ഇപ്പോൾ ഷാജഹാൻ പറയുന്നുണ്ട് കുറെ കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നുണ്ട്, പക്ഷെ പിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ആൾക്ക്. നല്ല ഗ്രേറ്റ് ട്രേഡ്സ് പിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്കും പറ്റായൊന്നുമില്ല. ഞാൻ ഈ ജനറലൈസ് ചെയ്യല്ലോ കേട്ടോ, ഒരു ബാഡ് വേർഡാണ് ആൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്കും പറ്റായില്ല എന്നുള്ളത്. കാരണം അതെല്ലാം നമ്മൾ നശിപ്പിച്ച വേർഡുകളാണ്, ഐ മീൻ സെന്റൻസ് ആണ്. വേർഡ് നല്ല സെന്റൻസ് ആണ്. പക്ഷെ നിങ്ങൾക്ക് പറ്റും, പറ്റായില്ല, പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും കൂടി പറയാണ്, ഒരിക്കൽ കൂടി പറയാണ്, കോൺസെൻട്രേഷൻ ചെയ്യുക.
പിന്നെ ആൾക്ക് കുറച്ച് അഡ്വാൻറ്റേജസ് ഞാൻ പറഞ്ഞു ഓൾറെഡി. കാരണം ക്യാപിറ്റൽ ഉണ്ട്. അപ്പോൾ പിന്നെ പണ്ട് ചെയ്തിരുന്ന ഇതിൽ നിന്ന് താഴോട്ടേക്ക് വന്ന സമയത്ത് ആൾക്ക് മോശമില്ലാത്തൊരു ക്വാണ്ടിറ്റിയാണ് ആൾ പിക്ക് ചെയ്യുന്നത്. ആ പിക്ക് ചെയ്യുന്ന ക്വാണ്ടിറ്റിയിൽ തന്നെ ആൾ റിലീഫ് കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ ലോസ് വന്നാലും ആൾക്ക് ഇറങ്ങാൻ പറ്റുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്കൊന്നും അതുപോലെ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഇതൊക്കെ ചെയ്താൽ പോലും നിങ്ങൾക്ക് പ്രോഫിറ്റിലേക്ക് എത്താൻ പറ്റിയെന്ന് വരില്ല. അതാണ് പറയേണ്ടത്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് അത്രയും ക്യാപിറ്റൽ ഇല്ല. പക്ഷെ സിസ്റ്റമാറ്റിക്കലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഷാജഹാനിപ്പോൾ 50% ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്കും സിസ്റ്റമാറ്റിക്കലി അതുപോലെ ട്രേഡ് നിങ്ങൾക്ക് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കും 50% ഉണ്ടായിരുന്നേ. കാരണം 100 50%ത്തിലേക്ക് എത്തേനെ എന്നാണ് ഞാനും പറയുന്നത് കേട്ടോ. ഓക്കെ, 100 ആളുകളുടെ കാര്യമാണ് പറയട്ടെ, $100 കാര്യം, കണക്കിന്റെ കാര്യം ഞാൻ പറഞ്ഞത്, സിസ്റ്റമാറ്റിക്കലി അല്ല മാത്തമാറ്റിക്കലി നോക്കുന്ന സമയത്ത്. ഓക്കെ, എനിവേ അടുത്ത ആളിലേക്ക് പോവാണ്. മ്യൂട്ട് ചെയ്തോട്ടോ. അടുത്ത ആളുകൾക്ക് 40%-ന് മുകളിൽ ആരെങ്കിലും ഉണ്ടോ? ടൈപ്പ് വന്നിച്ചോ ഉണ്ടെങ്കിൽ. ആരുമില്ല തോന്നുന്നു. 30%-ന് മുകളിൽ അഷ്റഫ് ഉണ്ട്. അഷ്റഫ് എത്ര പെർസെൻറ്റേജ് ഉണ്ട് ഈ വീക്ക്? 31% ഉണ്ട്. ഓക്കെ, ഒരാളുണ്ട്. അഷ്റഫ് വീണ്ടും അഷ്റഫ് കൺസിസ്റ്റന്റ് ആയിട്ട് നല്ലൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. 31 ഉണ്ട്. അതുപോലെ കിഷോർ എത്ര ഉണ്ട്? 37. വീണ്ടും കഴിഞ്ഞ തവണ 37 അല്ലായിരുന്നോ? 38 അടുത്ത് 38 ആയിരുന്നു. എന്ത് പറ്റിയത്? നമ്മളിപ്പോ ഒരു കാര്യം പറയടാ, ചുമ്മാ പറയണേ, നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം. പണ്ടൊക്കെ സ്കൂളിൽ മാർക്കൊക്കെ പറയുന്ന സമയത്ത് 100-ൽ 99 കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു മാർക്ക് പറഞ്ഞതെന്ന് ചോദിക്കുന്ന കാരണന്മാരല്ലേ? അതുപോലെ ഞാൻ ചോദിക്കുന്നത്, എന്താ കിഷോർ 1% കുറഞ്ഞു? ലോസ് അടിച്ചോ? അല്ല, ഞാൻ പറഞ്ഞത് ഇവർ രണ്ടുപേരുടെ പ്രത്യേകത ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഷാജഹാനും കഴിഞ്ഞ ആഴ്ച മുതലുണ്ട്, എന്നാലും ഇവരുടെ പ്രത്യേകത, രണ്ടുപേരുടെയും പ്രത്യേകത ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആർക്കെങ്കിലും പറയാൻ കഴിയുമോ ഇവർ രണ്ടുപേരുടെ പ്രത്യേകത എന്താണെന്ന്? കൺസിസ്റ്റൻസി ആണോ? കൺസിസ്റ്റൻസി അല്ലേ? കൺസിസ്റ്റന്റ് എനിക്ക് അങ്ങനെയാണ് ആയിട്ട്, തോന്നുന്നത്. അതെ, കൺസിസ്റ്റൻസിയാണ്. കൺസിസ്റ്റന്റ് ആയിട്ട് വലിയ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നതാണ്, ചെറുതല്ല, വലിയ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന ആളുകളാണ്. കിഷോറാണ്. കിഷോർ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആഴ്ച മുതലാണ് 30%-ൽ വന്നത്. അഷ്റഫ് കുറച്ച് ആളായിട്ടുണ്ട്, ഒരു 20-യുടെ മുകളിലുണ്ട് അഷ്റഫ്, അല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? അടുത്തൊരു ഉദാഹരണമാണ്. രണ്ടുപേരുടെയും പ്രത്യേകത കൺസിസ്റ്റൻസിയാണ്. എന്തുകൊണ്ടാണ് കൺസിസ്റ്റൻസി ആവണം അവർ രണ്ടുപേരും? ആർക്കെങ്കിലും തോന്നി പറഞ്ഞോ? ഇവർ രണ്ടുപേരും അവിടെ നിൽക്കട്ടെ, ബാക്കിയുള്ള ആളുകൾ പറയട്ടെ. എന്തുകൊണ്ടാണ്? അവരെ ചാർട്ട് നിങ്ങൾ കാണുന്നുണ്ട്, അവർ എടുക്കുന്ന ട്രേഡുകൾ നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾ കാണുന്നുണ്ടാവും. കാരണം വലിയ വലിയ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ കാണുന്നുണ്ടാവും. എന്തുകൊണ്ടാണ്? സാർ, അവർ ഒരേ പ്ലാനിൽ അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജിയിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നു, അതിൽ മാത്രം വർക്ക് ചെയ്യുന്നു. ഓക്കെ, വേറെ എന്താ തോന്നിയത്? പേഷ്യൻസ്. എനിക്ക് ഞാനൊരു കാര്യം പറഞ്ഞുതരാം നിങ്ങൾക്ക്. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ കൂടുതൽ കൂടി പോകും. യാസർ എന്തോ പറയണ്ടല്ലോ, പറഞ്ഞോ. യാസറാണോ പറഞ്ഞ? പാഷൻസ് അല്ല, ഞാൻ പറഞ്ഞോളൂ. കൃത്യമായ സമയത്ത് ട്രേഡ് എടുക്കും, പിന്നെ ഇടയ്ക്ക് വെച്ച് ഇറങ്ങി വരുന്നില്ല എന്ന് ഞാൻ അവരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇത് നോക്കുമ്പോൾ ആ പ്രോഫിറ്റ് ടീപ്പ് എത്തുന്നത് വരെ അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതെല്ലാം പിന്നെ ചുരുക്കി പറയുകയാണെങ്കിൽ ദേ ഹാവ് വൺ പ്ലാൻ ആൻഡ് ദേ എക്സിക്യൂട്ട്. മനസ്സിലായോ? ദേ ഹാവ് ഓൺലി വൺ പ്ലാൻ, അങ്ങനെ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഓൺലി വൺ പ്ലാൻ എന്ന് പറയാം. ഒരൊറ്റ പ്ലാനേ ഉള്ളൂ, അത് പ്രകാരം അവർ എക്സിക്യൂട്ട് ചെയ്യുന്നു, അത് പ്രകാരം അവരെന്ത് ചെയ്യുന്നു അല്ലേ? അങ്ങനെ തന്നെയല്ലേ? നിങ്ങൾ ഈ പറഞ്ഞ പേഷ്യൻസ് അതിൽ വരും, നേരത്തെ ഇറങ്ങി വരുന്നില്ല എന്ന് പറയും, എല്ലാ കാര്യങ്ങളും വരും. പക്ഷെ അവർ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരൊറ്റ പ്ലാനേ ഉള്ളൂ അവർക്ക്, അല്ലേ കിഷോർ? അതെ സാർ, അതെ. ഇപ്പൊ അധികം ട്രേഡ്സ് ഒന്നും അങ്ങനെ എടുക്കുന്നില്ല. വാച്ച് ചെയ്തിട്ടും വെയിറ്റ് ചെയ്ത് കുറെ നല്ല രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അവർക്ക് ഒരൊറ്റ പ്ലാനുള്ളൂ, അത് എന്ത് ചെയ്യുന്നുണ്ട്? എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്, ഞാൻ വീണ്ടും ചോദിക്കണം, വീക്കിലി അനാലിസിസിലാണ് പറ്റുന്നതില്ല, എന്തൊക്കെയാണ് സൈക്കോളജിക്കലായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നത്? സൈക്കോളജിക്കലായിട്ടുള്ള തയ്യാറെടുപ്പ്, ബാക്കിയുള്ള അവിടെ നിൽക്കട്ടെ, എന്തൊക്കെയാണ്? കേൾക്കുന്നുണ്ടോ? കിഷോറിനോട് ഞാൻ പറഞ്ഞു. സാർ പറഞ്ഞു കേട്ടില്ല. സാർ ഒന്നുകൂടെ പറയാം, റേഞ്ച് ആയി പോകുന്നു. സൈക്കോളജിക്കലായിട്ടുള്ള എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് കിഷോർ നടത്തുന്നതെന്ന് ചോദിക്കുന്നത്.
അധികം ഒന്നുമില്ല സാറേ, ജേണൽ ചെയ്യുന്നുണ്ട് ഓരോ ട്രേഡ്സും, പിന്നെ നല്ല രീതിയിൽ ബാക്ക് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു ട്രേഡ് എടുക്കുമ്പോഴുള്ള സൈക്കോളജിക്കലായുള്ള കാര്യം എന്താണ് സംഭവിക്കുന്നത്? ട്രേഡ് എടുക്കുമ്പോൾ ഓടി കയറി എൻട്രി ചെയ്തല്ലേ സാറേ, നല്ല രീതിയിൽ ഞാൻ പറഞ്ഞ പോലെ മാർക്കറ്റ് വാച്ച് ചെയ്തിട്ട് ഒരു പൊസിഷൻ ഞാൻ അനലൈസ് ചെയ്ത് വരും. അപ്പൊ അവിടം വരെ വെയിറ്റ് ചെയ്തിരുന്ന് കറക്റ്റ് അത് അങ്ങോട്ടേക്ക് ആ ഏരിയയിൽ എത്തുമ്പോൾ മാത്രമേ എടുക്കാറുള്ളൂ. അങ്ങനെ ഏരിയയിലേക്ക് മാത്രമേ എടുക്കാറുള്ളൂ. ഓക്കെ. അത് എടുക്കുന്നതിന് മുന്നുള്ള എടുത്തു കഴിഞ്ഞാൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ റിസ്ക് ഉണ്ടാവും മൈൻഡിൽ, എത്ര റിസ്ക് ആ ട്രേഡിന് പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അതുവരെ വെയിറ്റ് ചെയ്തിരിക്കും. ഇപ്പൊ ഒരു TP സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടയ്ക്ക് എക്സിറ്റ് ചെയ്യാണ്ട് അതുവരെ SL പോയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്തിരിക്കും അത്ര നേരം. ഓക്കെ. അഷ്റഫിന് എന്താണ് സൈക്കോളജിക്കലായുള്ള പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കൊടുത്തത്? എന്തൊക്കെ എന്തും പറയിപ്പിക്കുന്നതാണ്. ഒന്നുകൂടി പറഞ്ഞോളൂ അഷ്റഫ്. സാർ പറഞ്ഞോളൂ, എന്താണ് സൈക്കോളജിക്കലായ ഒരു ട്രേഡ് കണ്ടെത്തുമ്പോൾ മെയിൻലി ഉള്ളത് ആ ട്രേഡിന് വേണ്ടി വെയിറ്റ് ചെയ്യലാണ് സാർ. അത് ഞാനൊരു ട്രേഡ് കാണുന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ ചിലപ്പോൾ വേറെയും ട്രേഡുകൾ ഉണ്ടാവും. പക്ഷെ ആ ട്രേഡുകൾക്കുള്ള പോസിബിലിറ്റി ഒരു 50-50 ചാൻസ് എന്നുള്ള കണ്ടീഷനിനേക്കാൾ കൂടുതലായിട്ട് എനിക്ക് കിട്ടും എന്ന് തോന്നിയത് മാത്രം ആണ് ഞാൻ പിക്ക് ചെയ്യുന്നുള്ളൂ. അതിലേക്ക് ബിൽഡായി നിന്നു മൈൻഡ്. പിന്നെ അപ്പൊ ടിക്ക് ഓൺ ചെയ്തു. അപ്പൊ ആ നമ്മളെ സ്ട്രാറ്റജിയിലേക്ക് ആ ഒരു നല്ലൊരു ട്രേഡ് ആണെന്ന് കോൺഫിഡൻസ് വരുന്നത് മാത്രം പിക്ക് ചെയ്യുന്നു. ആ പിക്ക് ചെയ്ത ഉടനെ മെയിൻലി ഫസ്റ്റ് SL വെച്ച് എത്രയാണെന്ന് കണക്ക് കൂട്ടിയിട്ടാകുമ്പോ ടാർഗറ്റ് നോക്കുന്നുള്ളൂ. അതിൽ ടാർഗറ്റും SL തമ്മിൽ മെയിൻ ആയിട്ട് എനിക്ക് മിനിമം 2 കിട്ടണം, റേഷ്യോ 1:2. അത് കിട്ടിയെങ്കിൽ മാത്രമേ അത് എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളൂ. അതേപോലെ ഇപ്പം കിഷോർ പറഞ്ഞ പോലെ തന്നെ പിന്നെ എനിക്ക് ടെൻഷൻ ഇല്ല. പിന്നെ ഞാൻ ആ ട്രേഡിനെ പറ്റി നോക്കുന്നില്ല. ഞാൻ TP സെറ്റ് ചെയ്തു, SL സെറ്റ് ചെയ്തു. പിന്നെ അതിനിടക്ക് മാർക്കറ്റ് ഈ പറഞ്ഞ പോലെ എന്താണ് ഇപ്പൊ അവസ്ഥ എന്ന് നോക്കാൻ വേണ്ടി മാർക്കറ്റ് നോക്കുന്നില്ല. അത് പിന്നെ ആ ട്രേഡിനെ പറ്റി ഞാൻ ആലോചിക്കാറില്ല സത്യത്തിൽ. കാരണം അതിനിടക്കുള്ള ബ്രേക്ക് ഈവനും അങ്ങനെ എന്റെ പൊസിഷൻ മാറ്റുക എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് ഞാൻ പോയിട്ടില്ല. ഇല്ല. അങ്ങനെ ആ സെറ്റ് ചെയ്ത പിന്നെ അത് SL ഓക്കെ, കുഴപ്പമില്ല. TP അങ്ങ് കിട്ടി ആ റേഞ്ചിലേക്ക് തന്നെ അത് വെക്കാണ് സാർ. അതാണ് സൈക്കോളജിക്കലി ഞാൻ ചെയ്യുന്ന കാര്യം. ഓക്കെ. ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോ? രണ്ടുപേരും സംസാരിച്ച കാര്യങ്ങൾ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടോ? അതായത് ട്രേഡ് എക്സിക്യൂട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ മോഡിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും ചെയ്യലില്ല. ഇല്ല. അതല്ലേ പറഞ്ഞത്, ദേ ഹാവ് വൺ പ്ലാൻ ആൻഡ് എക്സിക്യൂട്ട്. അവർക്ക് ഒറ്റ പ്ലാനുള്ളൂ, അത് എക്സിക്യൂട്ട് ചെയ്യുന്നു. അതിന്റെ റിസൾട്ട് എന്താണെങ്കിലും, എന്താണ് കിഷോറെ, അതിന്റെ റിസൾട്ട് എന്താണെങ്കിലും പേടിയില്ല. ഉണ്ടോ? പേടിയുണ്ടോ? ഇല്ല സാറേ, ഇപ്പൊ പേടിയില്ല പഴയതുപോലെ. അഷ്റഫിനുണ്ടോ? പേടിയുണ്ടോ? ഇല്ല സാർ, ആ റിസൾട്ടിനെ പറ്റി അങ്ങനെ ഒരു ചിന്തയില്ല. അത് നെവർ മൈൻഡ് ആക്കി. പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം SL കൊടുക്കാൻ റെഡിയാണ് മെന്റലി. എന്ന് വെച്ചാൽ അവരുടെ എന്ത് ഫിയർലെസ് ആയി, അവർ ഫിയർലെസ് ആയി, ഞാൻ ടൈപ്പ് ചെയ്യുന്നതിൽ ഫിയർലെസ് ആയി. പിന്നെന്തായി? അവർക്ക് അതിനേക്കാൾ ഉപരി ഒരു കാര്യം കൂടി വന്നു ചേർന്നുണ്ടാവും. അവർക്ക് എന്താണ്, ഒരു വിശ്വാസം വന്നിട്ടുണ്ട് അല്ലേ? സെൽഫ് ബിലീവ് വന്നല്ലേ? ഇല്ലേ? വന്നിട്ടുണ്ടോ? ഇല്ല സാറേ, പറ്റൂന്നുള്ളൊരു ചിന്ത തുടങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ട് എന്നുള്ളതിന് ഞാനൊരു ആൻസർ തരാം. ഇതെല്ലാം എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു സിസ്റ്റം ഉണ്ട്. എങ്ങനത്തെ സിസ്റ്റം? ഒരു സക്സസ്ഫുൾ സിസ്റ്റം ഉണ്ട് അല്ലേ? അതെ സാർ, അതെ. സക്സസ്ഫുൾ സിസ്റ്റം ഉണ്ട്. അവർക്കൊരു പ്ലാൻ ഉണ്ട്, അത് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് പേടിയില്ല. അതുപോലെ തന്നെ സ്വന്തമായിട്ട് ഒരു സെൽഫ് ബിലീവ് ഉണ്ട്. ഇതിനൊക്കെ വരാനുള്ള ഒരു കാരണം എന്നുള്ളത് അവർക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിലേക്ക് അവർ എത്തിച്ചേരുന്നത് എന്തുകൊണ്ടാണ്? ഇന്നലെ പറഞ്ഞ കാര്യത്തിലേക്കാണ് വീണ്ടും ഞാൻ കണക്ട് ചെയ്യുന്നത് കേട്ടോ. എങ്ങനെയാണ്? പ്രാക്ടീസ് അല്ല, പേഷ്യൻസ് ആൻഡ് ഡിസിപ്ലിൻ. സ്പെല്ലിംഗ് തെറ്റുണ്ട് അല്ലേ? അത് തന്നെയല്ലേ? അല്ലേ? ആണോ? നിങ്ങളാണ് പറയേണ്ടത്. ഞാൻ പ്രാക്ടീസ് എന്നുള്ളത് മനഃപൂർവ്വം ഒഴിവാക്കിയതല്ല. ആണോ? എനിക്കെന്താ അഷ്റഫിനൊരു ചെറിയ
ഇത് അല്ല സാർ, പോലെ ഞാൻ പറഞ്ഞു അതായത് മെയിൻലി സാർ ഇപ്പം പറഞ്ഞ പോലെ പ്രാക്ടീസ് ഉണ്ട്, അത് സാർ പറഞ്ഞ വസ്തുതയാണ്. സാറ് പറഞ്ഞത് ഇപ്പം കറക്റ്റ്. അതായത് അതിൽ മെയിൻ ആയിട്ടുള്ള സംഭവം ആ പേഷ്യൻസും ഡിസിപ്ലിൻ തന്നെയാണ്. അതിന് പുറമെ എനിക്ക് ഒരു എക്സ്ട്രാ കിട്ടിയ അഡ്വാൻറ്റേജ്, എനിക്കൊന്ന് കറക്റ്റ് ഡേറ്റ് എനിക്ക് ഓർത്ത് വെക്കാൻ പറ്റും. അതായത് കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ സാറ് അടുത്തുനിന്ന് സാറ് ഇടയ്ക്കിടയ്ക്ക് ആൽവിനോട് പറയാറുണ്ടല്ലോ, ആൽവിന് കുറച്ച് കാര്യങ്ങൾ മിസ്സായി എന്നൊക്കെ പറഞ്ഞു. ആ ഒരു 2-3 കണ്ടന്റ് ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു എന്റെ ട്രേഡിങ്ങിന്റെ സ്റ്റൈലിൽ, അല്ലെങ്കിൽ എന്റെ ഇപ്പോൾ ഈ സക്സസ്ഫുള്ളിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ആയിട്ടുണ്ട് സംഭവം. അത് ഞാൻ ഇപ്പോ ഓരോ ട്രേഡിനും സാറ് അന്ന് പറഞ്ഞ പോലെ ഞാൻ ഏത് ട്രേഡും മെയിൻലി അതുണ്ട് കേട്ടോ. അതിപ്പോ സാറ് പറഞ്ഞ പോലെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത് എന്റെ സ്ട്രക്ചറിൽ എത്തുമ്പോൾ, അല്ലെങ്കിൽ ട്രെൻഡ് ലൈനിൽ എത്തുമ്പോഴും അതിന് TP ആകട്ടെ SL ആകട്ടെ അത് വെക്കുന്നത് ഞാൻ സാർ പറഞ്ഞ പോലെ അതിന്റെ ഹിസ്റ്ററി ഞാനൊന്ന് നോക്കും, ഒന്ന് പുറകിലേക്ക് പോകുന്നുണ്ട്. ഉം. അപ്പോൾ ആ ഒരു അത് സംഭവം കീപ്പ് ചെയ്യുന്നുണ്ട് സാർ. ഇപ്പൊ രണ്ടുപേരും ഹിസ്റ്ററി സംസാരിച്ചു. നോക്കുന്ന വെച്ചാ ഏ? ഏ? ഹിസ്റ്ററി പറയ്. നോക്കുന്ന വെച്ചാ എന്താ അഷ്റഫെ? അത് മിസ്സായി പോയി ആൽവിനെ, കഴിഞ്ഞു. അതൊന്നും ഇനി പറയില്ല, രണ്ടാമതും പറയില്ല, അതൊക്കെ മിസ്സായി പോയി. ഞാൻ പറഞ്ഞല്ലോ ആൽവിൻ, എന്തിനാണ് ആൽവിൻ പോയിട്ട് ലീവ് എടുത്തതെന്ന് മാത്രം. ആൽവിൻ അവസാനം ആൽവിൻ സ്വയം ശപിച്ചു തുടങ്ങും. എന്റെ ദൈവമേ, 2 ആഴ്ച ഞാൻ പോയിട്ട് വെറുതെ എന്തെങ്കിലും ലീവ് എടുത്തു. ഇപ്പൊ തന്നെ തുടങ്ങിയിട്ട് തോന്നുന്നുണ്ട് അല്ലേ ആൽവിനെ? ഇല്ല, ഏറെക്കുറെ എത്ര പിറകോട്ട് വിട്ടു പോയാലും ഓട്ടോമാറ്റിക്കലി മുമ്പോട്ട് വരും ഒരു ദിവസം. വരൂല്ലേ? ഒന്ന് അതൊക്കെ ക്ഷമ പറഞ്ഞു വേണം. കഴിയും. ട്രേഡിങ്ങിന് പോലെ എനിക്കും പറഞ്ഞു. ക്ഷമ വേണം, അത്രേ ഉള്ളൂ. അതെ. ഓക്കെ. അപ്പൊ ഞാൻ ചോദിക്കാനുള്ള കാരണം ചോദ്യങ്ങൾ വിടുക. കാരണം ചോദ്യങ്ങൾ വിട്ടാൽ നമുക്ക് ഈ സെക്ഷൻ ഒരുപാട് നീണ്ടുപോകും. അപ്പൊ അതുകൊണ്ട് ചോദ്യങ്ങൾ വിടുക. ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അഷ്റഫിനും വെച്ചിട്ട് കിഷോറിനും വെച്ചിട്ട് നമ്മൾ സെക്ഷൻ നടക്കുന്നുണ്ട്. എക്സ്ക്ലൂസീവ് സെക്ഷൻ എന്നൊക്കെ പറഞ്ഞല്ലേ, അതുപോലെ നടത്തുന്നുണ്ട്. അപ്പൊ എല്ലാവരും അറ്റൻഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചോദ്യങ്ങൾ ചോദിക്കാം, അവർ പറഞ്ഞുതരും, ക്ലിയർ ആയിട്ട് പറഞ്ഞുതരും. ഓക്കെ. അതിനു മുന്നുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോ നിങ്ങൾക്ക് ഇവര് പറഞ്ഞത് കേട്ടിട്ട് ആർക്കെങ്കിലും ഇൻസ്പയർ ആയ ആളുകൾ ആരെങ്കിലും ഉണ്ടോ? ഇൻസ്പയർ ആയി എനിക്കിത് പറ്റാവുന്നുള്ളൂ. ഞാൻ ആദ്യം ഷാജഹാനെ ചൂണ്ടിക്കാട്ടി ഞാൻ പറഞ്ഞിരുന്നു, ഷാജഹാന് പറ്റെങ്കിൽ നിങ്ങൾക്ക് പറ്റും എന്നുള്ളൊരു സെന്റൻസ് ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ വീണ്ടും അണ്ടർലൈൻ ചെയ്യുന്നുണ്ട്, ആ സെന്റൻസ് ആക്ച്വലി ഉപയോഗിക്കാൻ പാടില്ല, അതിൽ കുറച്ച് പ്രശ്നമുണ്ട്. എന്നാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഇൻസ്പിറേഷന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ അഷ്റഫിനെയും കിഷോറിനും കൂടി പിക്ക് ചെയ്തിട്ട് അവരുടെ പ്ലാൻ എന്താണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അവരെങ്ങനെയാണ് അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളത് ഡിസ്കസ് ചെയ്തു. അവർക്ക് ആ സമയത്ത് ഉണ്ടാകുന്ന ഫീലിങ്സ് എന്താണ്? ഫിയർലെസ് ഉണ്ട്, അതായത് പേടിയില്ല, സെൽഫ് ബിലീവ് വന്നു. അതിനുള്ള കാരണം, ഇതെല്ലാം കൂടിയുള്ള കാരണം, അതായത് സക്സസ്ഫുൾ സിസ്റ്റം ഉള്ളതാണ്. ആ സക്സസ്ഫുൾ സിസ്റ്റത്തിലേക്ക് അവരെ എത്തിക്കാൻ പറ്റിയത് എന്താണ്? പേഷ്യൻസ് ആൻഡ് ഡിസിപ്ലിൻ എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഇത്രയും മനസ്സിലാക്കിയ സമയത്ത്, അല്ലെങ്കിൽ ഇത്രയും മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻസ്പയർ ആയിട്ടുണ്ടോ? ആർക്കെങ്കിലും ഇവർ രണ്ടുപേരും ഇൻസ്പയർ ആയിട്ടുണ്ടോ? ഷെല്ലി, അഭിഷേക്, ആൽവിൻ, കോൾ 3 ആൾക്ക് ഇൻസ്പയർ ആയിട്ടുള്ളൂ. മുഹമ്മദ് യാസർ, അലി, ജോഫിൻ ആൻഡ് റഫ്സൽ, ഷമ്മാസ്. എന്താണ് അഭിഷേക് ഇൻസ്പയർ ആയത്? അഭിഷേക് എന്താണ് ഇൻസ്പയർ ചെയ്തത്? സോറി എന്റെ എന്നെ കൂടുതൽ ഇൻസ്പയർ ചെയ്തേക്കുന്നത് കിഷോറിനെക്കാട്ടും കൂടുതൽ അഷ്റഫ്ക്കാണ് കേട്ടോ. കിഷോർ മോശം എന്നല്ല ഞാൻ പറഞ്ഞത്, അഷ്റഫ്ക്കയുടെ ട്രേഡുകളാണ് എന്നെ കുറച്ചുകൂടി ഐ ഓപ്പണിങ് എനിക്ക് കാണിച്ച് തന്നത്. അതായത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് അങ്ങനെ അറിയത്തില്ല. ഞാൻ ഈ ആള് എടുക്കണ ഒരു ട്രേഡുകൾ ഇങ്ങനെ അടുപ്പിച്ച് സക്സസ് വരുമ്പോ ഞാൻ നോക്കിയത് എന്തോ ആൾക്ക് മാത്രം ഇങ്ങനെ അടുപ്പിച്ച് സക്സസ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോഴാണ് എനിക്ക് ആക്ച്വലി എന്താണ് എന്റെ കാര്യങ്ങൾ മിസ്സായി പോയി എന്നുള്ളത് എനിക്ക് കുറെ കാര്യങ്ങൾ ആളുടെ ട്രേഡിൽ കൂടെ എനിക്ക് പഠിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അതെനിക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ട് എനിക്കിപ്പോ തോന്നുന്നുണ്ട് എനിക്കത്. പിക്ക് ചെയ്തിട്ടുണ്ട്, ആളുകൾ കയ്യിൽ നിന്ന് പിക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? പിന്നെന്താ, ഇതേപോലെ ലോങ് ആയിട്ട് ആക്ച്വലി എനിക്ക് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ആയിട്ടുള്ള ട്രേഡുകൾ പിടിക്കാനാണ് ഈ പറഞ്ഞ സ്കാൽപ്പിനെക്കാട്ടും. അപ്പൊ ആക്ച്വലി നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം ഇത്രയ്ക്ക് ലോങ്ങിലേക്ക് പിടിച്ചു തുടങ്ങിയത് ഞാൻ തോന്നുന്നു അഷ്റഫിക്കാന്ന് തോന്നുന്നു. ഞാൻ ആടിനാണ് ആദ്യം കണ്ടത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ സ്ട്രാറ്റജി സ്കാൽപ്പിങ്ങിന് മാത്രമല്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എടുക്കാൻ പറ്റുന്ന ട്രേഡാണ്. അങ്ങനെ ഞാൻ അത് എന്നിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ അത്യാവശ്യം നല്ലൊരു ഞാൻ പറയണില്ല എത്ര പെർസെന്റേജ് ഒരു നല്ലൊരു സക്സസ് റേറ്റ് എനിക്ക് ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റി. ഇന്നലെ പറഞ്ഞാണല്ലോ, ഒന്നും കൂടി പറഞ്ഞു.
എനിക്ക് ഓർമ്മയുണ്ട്. അത് ഏകദേശം ഒരു 80% സക്സസ് കിട്ടിയിട്ട് എനിക്ക് കാണാനായിട്ട് പറ്റി. അത് കൂടിയോ ഒരൊറ്റ ദിവസം കൊണ്ട്? ഇന്നലെ 60 എങ്ങനെ എത്തിയത്? ഇല്ല, ഞാൻ അത് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കിട്ടിയ എന്റെ ഡാറ്റയാണ് ഞാൻ പറഞ്ഞെന്നുള്ളത്. അതായത് ഇത്ര ദിവസം റിയൽ ട്രേഡ് ചെയ്തതിന്റെ ഡാറ്റയാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. 60% എന്നിട്ടും പറഞ്ഞിരുന്നു ഈ അഷ്റഫ്ക്കൊക്കെ ഉണ്ടാക്കേണ്ട 80%. അപ്പൊ എന്റെ കുറച്ച് കാര്യം മിസ്സായി പോയതുണ്ട്, അതുകൂടി എനിക്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ ആക്കാനായിട്ട് പറ്റുന്നും കൂടി ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. അഭിഷേക്, ഞാൻ ചുമ്മാ പറയട്ടോ അഭിഷേക്. കാരണം നമുക്ക് അറിയണല്ലോ. അഭിഷേകിനെ ഞാൻ പിക്ക് ചെയ്തത് അതുകൊണ്ടാണ്. ജോഫിനെ ഞാൻ തൽക്കാലം പിക്ക് ചെയ്യുന്നില്ല. ഷമ്മാസ് പറയും എങ്ങനെയാണ് ഷമ്മാസ് സംസാരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പറഞ്ഞു. യാസിർ പറയും. യാസിറും പുതിയ ആളാണ്, പറഞ്ഞോളൂ യാസിർ. എനിക്ക് ഈ പറയുന്ന പോലെ തന്നെ അഷ്റഫിന്റെയും പിന്നെ രണ്ടാളുടെയും ഈ ട്രെൻഡ് ലൈൻ വരച്ചിട്ട് അവര് സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ പോകുന്നത് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവർ രണ്ടുപേരും എടുക്കുന്ന ലോഡ് സൈസ് 0.1 ആണ്. അപ്പൊ ആ ഒരു 0.1 സ്റ്റാർട്ട് ചെയ്തിട്ട് എൻഡ് ചെയ്യുന്ന ആ ഒരു ലൈന് ഇപ്പൊ നല്ല ഹ്യൂജ് ആയിട്ട് ഒരു ലൈൻ വരച്ച് കറക്റ്റ് ക്ലിയർ ചെയ്ത് അതുവരെ വെയിറ്റ് ചെയ്യുന്ന ആ ഒരു ഫോർമാറ്റ് ഇഷ്ടപ്പെട്ടിരുന്നു. അതുപോലെ ഞാനും അതിന് ഫോളോ ചെയ്യുന്നുണ്ട് കുറച്ച് ദിവസമായിട്ട്. ഇവരെ വേക്കിൽ തന്നെ ഉണ്ട്. ഞാനൊരു കാര്യം പറയാം. അഷ്റഫിന് $200 ആയിരുന്നു. ഞാനിപ്പോൾ പറയുന്നതുകൊണ്ട് കുഴപ്പമില്ലാന്ന് തോന്നുന്നു, രണ്ടുപേരും കുഴപ്പമില്ല. $200 ആയിരുന്നു അഷ്റഫിന്റെ ക്യാപിറ്റൽ. കിഷോറിന്റെ ക്യാപിറ്റൽ $30 ആയിരുന്നു. അല്ല കിഷോറെ? അതെ 30 സാർ. 20 30 20 30. 30 20 ആർക്കെങ്കിലും അത്ഭുതം തോന്നുന്നുണ്ടോ? ഇപ്പൊ കിഷോർ $100 ഇല്ലേ? കിഷോർ എത്ര ഡോളർ ഉണ്ട് ഇപ്പൊ? $100 ഉണ്ടോ ക്യാപിറ്റൽ? ഇപ്പൊ ഒരു 140 150 അടുത്തുണ്ട് സാർ. അടുത്തുണ്ട്. അതിന്റെ ഇടയിൽ കിഷോർ വിഡ്രോ നടത്തിയിട്ടുണ്ട് ഇല്ലേ? എടുത്തിട്ടുണ്ട്, വിത്ഡ്രോ ചെയ്തിട്ടുണ്ട്. വിഡ്രോ ചെയ്യുന്നുണ്ട്. ഇതുവരെയുള്ള ലോസ് എല്ലാം റിക്കവർ ചെയ്ത് വിഡ്രോ ചെയ്തല്ലേ? എല്ലാ ലോസും എല്ലാം റിക്കവർ ചെയ്തായിരുന്നു. അധികം ലോസ് ഉണ്ടായിട്ടില്ല സാർ, ഒരു 100 അടുത്തുണ്ടായുള്ളൂ. അതെല്ലാം റിക്കവർ ചെയ്തിട്ടുണ്ട്. റിക്കവർ ചെയ്തിട്ട് പ്രോഫിറ്റും റിക്കവർ ചെയ്തിട്ടുണ്ട്. റിക്കവർ ചെയ്ത്. അതെ സാർ. അപ്പൊ ഇപ്പൊ കിഷോറിന്റെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് മാർക്കറ്റ് തന്നിരിക്കുന്നതാണ്. ഞാൻ പറയുന്നതാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു ഇൻസ്പിറേഷൻ കൂടിയിട്ട് പറഞ്ഞത്. കിഷോർ, ഞാനിപ്പോൾ നിങ്ങളെല്ലാവരും അഷ്റഫിന് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അഷ്റഫിന് ഉണ്ടായിരുന്നത് 200 ആണെങ്കിൽ കിഷോർ ഉണ്ടായിരുന്നത് $30 കിഷോർ തുടങ്ങിയിരുന്നത്. എന്നിട്ടും അത്രയും സ്ട്രോങ് സൈക്കോളജി കൂടി കിഷോർ അത്രയും ഹാർഡ് വർക്ക്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ പുകഴ്ത്തി പറയുന്നതല്ല, നിങ്ങൾക്ക് തന്നെ അറിയാം. ഹാർഡ് വർക്ക് കറക്റ്റ് കിഷോറിന്റെ എന്തിൽ കാണുന്നുണ്ട്? ട്രേഡിൽ കാണുന്നുണ്ട്. കിഷോറിന്റെ ട്രേഡിൽ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് കിഷോർ ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഉണ്ടായിരുന്ന നഷ്ടപ്പെട്ടിട്ടുണ്ട്. 30 എന്ന് പറഞ്ഞാൽ പല തവണ ഇട്ട് പിന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. നേരത്തെ കിഷോർ പറഞ്ഞ പോലെ തന്നെ പല തവണ ഇട്ട് ചെറിയൊരു ജോബിൽ നിന്നാണ് കിഷോർ, ചെറിയൊരു ക്യാപിറ്റൽ കൊണ്ടാണ്. ആദ്യ കാലഘട്ടം ആയതുകൊണ്ടാണ് കിഷോറിനെ 30 വന്നത്. പിന്നെ നമ്മുടെ 30 എന്നുള്ളത് നമ്മൾ മാറ്റി 100 മിനിമം വേണം എന്നുള്ളത് തന്നെ ആക്കി. അപ്പോൾ ആ ഒരു ക്യാപിറ്റൽ. പക്ഷേ കിഷോർ, ഞാൻ മുന്നും പറഞ്ഞ പോലെ ഇപ്പോഴാണ് ഞാൻ പറയുന്നത് ഗ്രൂപ്പിൽ, കിഷോറിന് $30 ഉള്ളത് കൊണ്ട് ഒറ്റ കാരണത്ത് കൊണ്ടായിരുന്നു കിഷോറിനെ ഞാൻ വെച്ചിരുന്നത്. ആ ഹാർഡ് വർക്കും കിഷോറിനുള്ള ക്ലിയർ ആയിട്ടുള്ള മൈൻഡും ആയിരുന്നു. ആ മൈൻഡ് ആക്ച്വലി എന്ത് ചെയ്തിട്ടുണ്ട്? ആൾക്കതിന് റിസൾട്ട് കൊടുത്തിട്ടുണ്ട്. അഷ്റഫിനെ ഇപ്പം താഴ്ത്തി പറയുന്നതല്ല, അഷ്റഫിനെ അത് മനസ്സിലാവുമെന്ന് എനിക്കറിയാം. പക്ഷേ കിഷോറിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ തിരിച്ചു പിടിക്കണമെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും വലിയ 2 ഉദാഹരണമാണ് അടുത്ത അഷ്റഫ്. ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ അഷ്റഫും പലതവണ പറഞ്ഞതാണ്, മാർക്കറ്റിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഇല്ലാതെ ഗാംബ്ലിംഗ് ചെയ്തിരുന്ന ആളാണ് അഷ്റഫ്. ട്രേഡ് റൂട്ട് വന്നു കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരാഴ്ച അങ്ങോട്ട് ചെയ്തു എന്ന് തോന്നുന്നുണ്ട് അല്ലേ? ഗാംബ്ലിംഗ് ചെയ്തതില്ലേ അഷ്റഫെ? ചെയ്തോ? ഇല്ല എന്ന് തോന്നുന്നു. ഇല്ല സാർ, ഇല്ല. ട്രേഡ് റൂട്ടിൽ ഇല്ലല്ലോ. വന്നതിന് ശേഷം ചെയ്തിട്ടില്ല. ചെയ്തിട്ടില്ല. ആ ചെയ്തതിന് ശേഷം, ട്രേഡ് റൂട്ട് വന്നതിന് ശേഷമാണ് അഷ്റഫ് അതിൻ്റെ ഒരു ലൈഫ് മറ്റൊരു ലെവലിലേക്ക് ചേഞ്ച് ആയിരിക്കുന്നത്. അല്ലെങ്കിൽ ട്രേഡിംഗ് മെന്റാലിറ്റി അല്ലെങ്കിൽ ട്രേഡിന്റെ ഇത് വാങ്ങിച്ചു. പക്ഷേ ഇപ്പോൾ അഷ്റഫ് എന്താണ്, പ്രോഫിറ്റ് വിഡ്രോ ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. വിഡ്രോ ചെയ്തോ? ഇല്ല സാർ, ചെയ്തില്ല. ചെയ്തില്ല. പ്രോഫിറ്റ് വിഡ്രോ ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 ആഴ്ച ആയിട്ടുള്ളൂ. 4ാമത്തെ ആഴ്ചയാണത് അല്ലേ അഷ്റഫ്? 1 മാസം എന്ന് പറയാം. ട്രേഡ് എടുത്തിട്ട് 4ാമത്തെ മാസം കംപ്ലീറ്റ് ചെയ്തു. കണ്ടിന്യൂസ് ആയിട്ട് അഷ്റഫ് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരാഴ്ച പോലും ലോസ് സംഭവിച്ചിട്ടില്ല. എടുത്ത ട്രേഡുകളെല്ലാം നമുക്ക് ഇട്ട് തരുന്നുണ്ട്. നമ്മൾ കറക്റ്റായിട്ട് ഇട്ട് തരുന്നുണ്ട്. നമുക്ക് തന്നെ വാച്ച് ചെയ്യാവുന്ന രീതിയിൽ ഇട്ട് തരുന്നുണ്ട്. അപ്പോൾ ഇൻസ്പയർ ചെയ്യാനുള്ള ആളുകളെ നമ്മളിപ്പോൾ 3 പേരെ കണ്ടെത്തി. ഇനി ആളുകളുണ്ടല്ലോ ഇവിടെ. 25% മുകളിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത ആളുകൾ ആരൊക്കെ? പോരട്ടെ, ആരെങ്കിലും ഉണ്ടോ? 25% മുകളിൽ ഒന്ന് കൈ പൊക്കിട്ടാ. ഞാൻ ബാക്കിയുള്ളവരൊക്കെ താഴ്ത്തി ഒന്നുകൂടി പൊക്കിട്ടുണ്ടെങ്കിൽ 25% മുകളിൽ ആരുമില്ല? ഇല്ല. ആരാള്? മുഹമ്മദ് യാസിർ. 25% എത്തിയോ? എത്ര എത്തി യാസിറെ?
എന്റേത് ഇപ്പൊ 25% ആയിട്ടുണ്ട്. 25% ആയിട്ടുണ്ട്. ഷമാസിന് എത്ര? ഏ? 28. ഓക്കെ ഓക്കെ. ഷമാസിനെ ഇപ്പോഴും സംസാരിക്കാൻ പറ്റാത്തൊരു ഇതാകൊണ്ടാണ് ഞാൻ സംസാരിപ്പിക്കാത്തത്. യാസർ പറ്റുന്നു. യാസർ എന്ത് തോന്നി? ആദ്യമായിട്ടല്ലേ 25%ലേക്ക് എത്തും? കഴിഞ്ഞ തവണ എത്തിയിരുന്നോ? ഇല്ല ഇല്ല, ഇത് രണ്ടുപേരും ആദ്യമായിട്ടാണ് എത്തുന്നത്. എന്ത് തോന്നി? അതെ ഫസ്റ്റ് വീക്ക് ആണ് എത്തുന്നത്. ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു വീക്ക് സ്റ്റാർട്ട് മുതലാണ് കൃത്യമായിട്ട് ആ ഒരു സ്ട്രാറ്റജി നോക്കിയിട്ടും അതേപോലെ ഗ്രൂപ്പിൽ വരുന്ന ഈ ചാർട്ടിൽ അനലൈസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ ആ ഒരു ഫസ്റ്റ് വീക്ക് തന്നെ അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഉണ്ട്. കൃത്യമായിട്ട് നോക്കുമ്പോൾ കൃത്യമായിട്ട് അത് മനസ്സിലായി വരുന്നുണ്ട്. ഇപ്പൊ എനിവേ ആ ഒരു ട്രാക്കിൽ കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇപ്പൊ കൃത്യമായിട്ട്. ഒരു വലിയൊരു അത്ഭുതം നടക്കുന്ന പോലെ തോന്നുന്നുണ്ടോ? ഒരു ഭയങ്കര എക്സൈറ്റ്മെന്റ് പോലെ എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. വലിയൊരു അത്ഭുതം നടക്കുന്ന പോലെ. അതായത് ഇതിനാ വലിയൊരു എന്തോ ഒരു മായാലോകം, ഒരു നമുക്കൊന്നും എത്തിപ്പെടാൻ പറ്റാത്ത ഒരു ലോകമാണെന്ന് വിചാരിച്ചിട്ട് ഇരുന്ന് ഞാൻ കുറെ കാലങ്ങളായിട്ട് ഇത് പഠിക്കണം, ഇതിനെക്കുറിച്ച് അറിയണം എന്ന് വിചാരിച്ചു. പക്ഷെ പല വഴികൾ നോക്കിയിട്ട് എവിടെ ഇത്ര ഒരു സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ട വഴി കിട്ടിയില്ല. ഫസ്റ്റ് ടൈമാണ് ഇത് കിട്ടിയത്. അപ്പോൾ 2 ആഴ്ച ഇതിന്റെ പിറകെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് പിന്നെ ട്രേഡിങ്ങിന് ഇറങ്ങിയപ്പോൾ അതിൻ്റെതായ മാറ്റം ഉണ്ട്. ഞാൻ വിചാരിച്ച അത്ര വലിയ പ്രശ്നമില്ലാതെ എന്ന് തന്നെയാണ് ഇപ്പം തോന്നുന്നത്. മനസ്സിലാക്കിയാൽ തീർച്ചയായും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് കോൺഫിഡൻസ് ഉണ്ട്. ഓക്കെ. അതിന്റെ ഇടയിൽ ഷാജാൻ എനിക്കൊരു മെസ്സേജ് അയച്ചിട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞല്ലോ. എന്തോ സംഭവം? ഓക്കെ. ഷമാസ് സംസാരിക്കാൻ പറ്റുമോ? ഷമാസേ, ഷമാസ് സംസാരിക്കാൻ ഞാൻ പറ്റുന്ന സംസാരിച്ചാ മതിയാ നിനക്ക് വേണ്ടി? ഞങ്ങള് ക്ലാസ്സിനും ഞങ്ങൾ ആക്ച്വലി ഞാനൊരു കാര്യം പറയാം, ഞാനും ഷമാസൊക്കെ ഒരേ സ്ഥലത്ത് താമസിക്കുന്ന ആൾക്കാരാണ്. അതെ. ഇന്ന് ആക്ച്വലി ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂർ മുമ്പ് ക്ലാസ് തുടങ്ങിയപ്പോൾ ഷമാസ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഷമാസ് വിളിച്ച് ഓൾറെഡി ഷമാസിന്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും എന്നോട് ഷെയർ ചെയ്തു ഒരുപാട്. എന്താ പറയാ, ഇപ്പൊ അവന്റെ പ്രോഫിറ്റ് ഇത്ര പെർസെന്റേജ് കിട്ടിയില്ലേ, അത് ഓൾറെഡി അവൻ എന്നോട് പറഞ്ഞു, ഇത്ര കിട്ടിയടാ, അങ്ങനെയാണ് ഇങ്ങനെയാണ് സ്ട്രാറ്റജി, അടിപൊളിയാണ്. അപ്പൊ ഞാൻ അവൻ തിരക്കായതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ്, എനിക്കറിയാം അവനൊന്നും പറയില്ല. അപ്പൊ അതുകൊണ്ട് കൂടിയാണ് ഞാൻ പറഞ്ഞത്. ഷമാസ് ഓൾറെഡി എന്നെ വിളിച്ച് സംസാരിച്ചതാണ്. പുള്ളിക്കാരൻ ആക്ച്വലി ഞങ്ങൾ രണ്ടുപേരും ഇതിനു മുമ്പ് വേറൊരു കോഴ്സിന് ഒരുമിച്ച് ജോയിൻ ചെയ്ത് പരിചയപ്പെട്ടതാണ്. ഞാൻ സംസാരിച്ചുകൊണ്ട് കുഴപ്പമില്ലല്ലോ? ഇല്ല, പറഞ്ഞോളൂ. ഞങ്ങള് ഇതിനു മുമ്പ് ഒരുമിച്ച് വേറൊരു ട്രേഡിങ്ങിന്റെ തന്നെ കോഴ്സിൽ ഒരുമിച്ച് ജോയിൻ ചെയ്ത് പരിചയപ്പെട്ട് അങ്ങനെ പരിചയപ്പെട്ടവരാണ് ആക്ച്വലി അബുദാബിയിൽ തന്നെ. പക്ഷെ അത് കഴിഞ്ഞ് അതിൽ ഞങ്ങൾക്ക് രണ്ടുപേര് എനിക്ക് കൂടുതൽ ലോസ് വന്നു. അവനാണെങ്കിൽ അവൻ അതിനു മുമ്പ് വേറൊരു ലോസ് വന്നിരിക്കണ കാരണം അധികം ക്യാപിറ്റൽ ഒന്നും ചെയ്തില്ല. അവൻ ഈ ലേണിങ്ങിന്റെ ഒരു ഇതിലായിരുന്നു. അതിനുശേഷം പിന്നെ ഞങ്ങള് ഇതേപോലെ ഫോറക്സിന് ജോയിൻ ചെയ്യാം ഒരുമിച്ച് ആ ഒരു തീരുമാനം എടുത്തു. ക്രിപ്റ്റോ പറ്റുള്ള ഫുള്ള് മാനിപ്പുലേഷൻ ആണ്. അങ്ങനെ ഞങ്ങള് യൂട്യൂബിൽ ഒരുമിച്ച് സെർച്ച് ചെയ്യുന്നതിന്റെ ഇടയിലാണ് ഈ ക്ലാസ്സിന്റെ ഒരു വീഡിയോ കണ്ടതും ഇതിൽ ജോയിൻ ചെയ്തു. അപ്പൊ ആ ഒരു അന്നത്തെ ഷമാസിനെ വെച്ചിട്ട് ഇന്നിപ്പോ എന്റെ അടുത്ത് ഫോൺ വിളിച്ച് ഷമാസ് എന്ന് പറയുമ്പോൾ ഭയങ്കര വ്യത്യാസമാണ്. പുള്ളിക്കാരൻ നല്ല കോൺഫിഡൻസ് ആയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ലാസ്റ്റ് ഇന്ന് എന്നോട് അവൻ പറഞ്ഞത് ഫ്രീ ആവുമ്പോ ഒരു ദിവസം ഞാൻ വരാം, അവൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഐഡിയാസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. അങ്ങനെ ഭയങ്കര പോസിറ്റീവ് ആയിട്ട് പുള്ളിക്കാരൻ ഫോൺ കട്ട് ചെയ്തത്. അല്ല, ഷമാസിനെ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ആൽവിനെ അറിയാമെന്ന് അറിയില്ല. ഷമാസിനെ പിടിച്ച് പുറത്താക്കിയതാ ഗ്രൂപ്പിൽ നിന്ന് ഒരു ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചിട്ട്. ഓർക്കുന്നുണ്ടോ? ആൽവിനെ അറിയാമെന്ന് അറിയില്ല. ഓർക്കുന്നുണ്ട്. ഞാനത് കേട്ടിട്ട് അവനോട് പറഞ്ഞതാണ് പുറത്താക്കിയതാ, ഇതാണ് റീസൺ. ഇൻഡിക്കേറ്റർ അവൻ മറ്റേ ഇതില് സ്ക്രീൻഷോട്ട് എടുത്ത് ഇടുമ്പോ അതിൽ ഇൻഡിക്കേറ്റർ വന്നിട്ടില്ലേ? അപ്പൊ ഞാൻ അവനോട് പറഞ്ഞിരുന്നു, ഷമാസിനോട് അപ്പോഴേ പറഞ്ഞു ഇൻഡിക്കേറ്റർ ഉപയോഗിക്കരുത് എന്നൊക്കെ. ഷമാസ് എന്നോട് പറഞ്ഞു ഇല്ലേ ഞാൻ ഉപയോഗിക്കില്ല. പക്ഷെ എനിക്ക് കോൺഫിഡന്റ് ഉണ്ടായിരുന്നില്ല. കാരണം ഒരു ആൽവിൻ തന്നെ അറിയാലോ, ആൽവിൻ ഉപേക്ഷിക്കാനുള്ള കാരണം അറിയാം. കാരണം ഉപേക്ഷിക്കണമെങ്കിൽ, ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇൻഡിക്കേറ്റർ ഉപേക്ഷിക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കും എന്നുള്ളത് അറിയാം. പക്ഷെ ഷമാസ് എന്തുകൊണ്ടോ എനിക്കറിയില്ല, ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ കഴിഞ്ഞ വീക്കിൽ ഗംഭീര റിസൾട്ട് നടത്തി. കഴിഞ്ഞതിന് മുന്നത്തെ വീക്കിൽ എനിക്ക് അതിനുള്ള സൂചന തന്നു, ഞാൻ തിരിച്ചു വരുന്നുള്ള സൂചന ഷമാസ് തന്നു. വളരെ കോൺഫിഡൻറ്റോട് കൂടി. എനിക്കത് അറിയില്ലായിരുന്നു എന്താണ് കാരണം. കഴിഞ്ഞ വീക്കിൽ നല്ലൊരു റിസൾട്ട് നടത്തി ഷമാസ്. ഓർക്കുന്നുണ്ടോ? ഷമാസ് നടത്തിയില്ലേ, നല്ല റിസൾട്ട് നടത്തിയില്ലേ കഴിഞ്ഞ വീക്കിൽ? ഈ വീക്കിലും അത്യാവശ്യം മോശമില്ലാതെ ഒരു റിസൾട്ട് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഞാൻ വീണ്ടും ഷമാസ്
ഷമ്മാസിന് പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ കാര്യം എനിക്ക് തോന്നുന്നു അവൻ പെട്ടെന്ന് അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ മുൻപത്തെ അവന്റെ ബാക്ക്ലോസ് നോളജ് ഒക്കെ പെട്ടെന്ന് ഡ്രോപ്പ് ചെയ്തു. അവൻ ഓൾമോസ്റ്റ് ഇപ്പൊ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഫ്രഷ് പോലെ ആയിരുന്നു. ഓക്കെ. അധികം കുറെ അനാലിസിസ് ചെയ്ത് അവിടെ നിന്ന് കുറെ നോളജ് കളക്ട് ചെയ്ത് ആ ലെവലിലായിരുന്നില്ല പുള്ളിക്കാരൻ. ആയിരുന്നില്ല. പുള്ളിക്കാരൻ ജസ്റ്റ് റെഡി ടു അബ്സോർബ് നോളജ് അല്ലെങ്കിൽ റെഡി ടു സ്റ്റാർട്ട് ഉം. ക്ലാസ് ആ ലെവലിലായിരുന്നു. അപ്പൊ ഓക്കെ. അതുകൊണ്ട് പിന്നെ പുള്ളിക്കാരനും ഒരു സ്ട്രാറ്റജി നല്ലൊരെണ്ണം ഒരു വഴിക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. എങ്ങനെയെങ്കിലും എൻ്റർ ചെയ്യണം, എനിക്ക് മാർക്കറ്റിൽ എനിക്ക് നല്ലൊരു വഴി ആ, വേണം, നല്ലൊരു ഇത് വേണം. എല്ലാം കറക്റ്റ് അവന് ഉം. റൈറ്റ് ടൈമിൽ കിട്ടി. കിട്ടി. പിന്നെ അതുപോലെ തന്നെ എക്സിക്യൂട്ട് ചെയ്തു. അവൻ ഇപ്പൊ ഉം. ഞാൻ ഉള്ള സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ അനാവശ്യ സ്ട്രാറ്റജി അല്ല അനാവശ്യമായ ട്രേഡുകളിൽ പിന്നാലെ പോയിട്ട് നഷ്ടം വരുത്തുന്ന ആളാ. ഓക്കെ. പക്ഷെ അവൻ അവൻ ഒന്നും ചെയ്യില്ല, വേറെ ട്രേഡ് ഇല്ല, സ്ട്രാറ്റജിയുടെ ട്രേഡ് ചെയ്യും, അവസാനിപ്പിക്കും. അവസാനം. അല്ലാണ്ട് വേറെ അനാലിസിസ് അവന്റെ രീതിയിൽ വേറെ അങ്ങനത്തെ ഒരു കൺസെപ്ഷൻ ഒന്നും അസംഷൻ ഒന്നും ഫോളോ ചെയ്യാത്ത പുള്ളിക്കാരനാണ്. ഓക്കെ. അപ്പൊ എനിക്കറിയാം അവൻ ഈ മാസം എന്തായാലും എന്തെങ്കിലും ഒരു ഇത് കിട്ടുന്ന അറിയായിരുന്നു. കാരണം ഒരു കാര്യം ഉറപ്പാ, അവൻ വേറെ അവന്റെ തന്നിഷ്ടത്തിന് ട്രേഡ് ചെയ്യാൻ ചാൻസ് കുറവ്. ഒത്തിരി ഡിസിപ്ലിൻ ഉണ്ട് എന്നെ ഒക്കെ അപേക്ഷിച്ച് നോക്കുമ്പോ അവന് കുറച്ച്. ഓക്കെ. 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 അപ്പോ മറ്റേ അവസാനം പറഞ്ഞത് റൂംമേറ്റ് അല്ലേ നിങ്ങള് മറ്റേ ഒരുമിച്ച് റൂംമേറ്റ് അല്ല, അവൻ ഫാമിലി ആയിട്ട് വേറെ ബിൽഡിങ്ങില്, ഞാൻ സെപ്പറേറ്റ് എന്റെ അപ്പാർട്ട്മെന്റില്. പക്ഷെ അടുത്തടുത്താണ്, ഞങ്ങൾക്കൊരു കാറിന് ട്രാവൽ ചെയ്യാവുന്ന ദൂരമുള്ളൂ. അതെ. ഓക്കെ. അല്ല ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൽവിനോട് ഒപ്പം വന്നവൻ വരെ രക്ഷപ്പെട്ടു തുടങ്ങിയ ആൽവിനെ ഒന്ന് നന്നാവും. ഞാൻ നന്നാവും. എനിക്കിപ്പോ ഞാൻ തന്നെ എന്നെ സെൽഫ് മോട്ടിവേറ്റ് ചെയ്യാൻ റിയലൈസ് ചെയ്യുന്ന കാരണം അല്ലെങ്കിൽ ലോകത്തില് വേറെ ആർക്കും നിന്നേക്കാൾ നന്നായിട്ട് നിന്നെ അറിയില്ല. അതുകൊണ്ട് നീ കുറച്ച് സമയം എടുക്ക്. എനിക്ക് പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിലേ, ഞാൻ ഈ എന്തെങ്കിലും കാര്യം എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ടൈം എടുക്കും. ഞാൻ ഈ എല്ലാം ഞാൻ തന്നെ തീരുമാനിച്ച് ഞാൻ തന്നെ നോക്കി ഞാൻ തന്നെ ചെയ്ത് അങ്ങനത്തെ ഒരു മെന്റാലിറ്റിയാണ്. അപ്പൊ ആ ഒരു എന്റെ ഒരു ഇതിന്ന് ഷാറ്റർഡേന്ന് പുറത്തു വന്ന് ഒരു പർട്ടിക്കുലർ റൂള് ഒരു ഡിസിപ്ലിൻ ഫോളോ ചെയ്യണമെങ്കിൽ എനിക്ക് നല്ല സമയം എടുക്കും. ആ ഒരു ഇതിലേക്ക് എത്തണം. ആ ഒരു വലിയൊരു വീഴ്ച വലിയൊരു ഇത് കിട്ടിയാല ഒരു തീരുമാനം എടുക്കാൻ എനിക്കൊരു തീരുമാനം എടുക്കാൻ നല്ലൊരു സ്ട്രോങ് റീസൺ വേണം. അപ്പൊ ഞാൻ ആ ഒരു റീസൺസ് ഞാനിപ്പോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കരുത്. ഞാൻ പോണ വഴി തെറ്റാണ്, ഇങ്ങനെയാണ് ഇത് ചെയ്യരുത് എന്നെ കൺവിൻസ്. പക്ഷെ അത് ഞാൻ വെറുതെ പറഞ്ഞാൽ കൺവിൻസ് ആവില്ല. ഇതിപ്പോ ഈ ഒരു കാര്യം ഞാൻ ചിലപ്പോ കേൾക്കുന്നവർക്ക് ബോറായിട്ട് തോന്നാം. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എന്നോട് ഇപ്പൊ ഒരാൾ പറയണേടാ ആ മാവുമ്മ കേറണ്ട പുളിയുറുമ്പാന്ന് പറഞ്ഞ ഞാനത് കേറി മാങ്ങൂട്ടിക്കാൻ കേറി മേലെ എത്തി പുളിയുറുമ്പ് കടിച്ച് നിലത്ത് വീണിട്ട് പുളിയുറുമ്പ് ഉണ്ടായിരുന്നു. ഈ ഒരു ടൈപ്പ് ചിന്താഗതി തോമസിന്റെ ആളാണ്. ആ സെയിന്റ് തോമസിന്റെ ആളാണെന്ന് പറയാം. അപ്പൊ ചിലത് അതും എനിക്ക് ഞാൻ തന്നെ ചെയ്ത് എനിക്ക് മനസ്സിലാവണം. അപ്പൊ വൺസ് അത് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ആ വഴി പോവില്ല. അപ്പൊ ഞാൻ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെയും ഒരു സൈക്കോളജിയുടെയും ഇതില് പോയിക്കൊണ്ടിരിക്കുക. സോ എനിക്ക് തന്നെ അറിയാം. ഞാനത് മനസ്സിലാവണമെങ്കിൽ ഒരു കാര്യം പറയാം. ഒരു $10,000 ഡെപ്പോസിറ്റ് ചെയ്യാം, എന്നിട്ട് ഒരു 10 ലോട്ടില് സ്റ്റാൻഡേർഡ് ലോട്ടിൽ ട്രേഡ് ചെയ്യാം. പെട്ടെന്ന് മനസ്സിലാവും. ഒരു 2-3 ദിവസം കൊണ്ടുള്ള മനസ്സിലാവും. ഇല്ല, പ്രത്യേകിച്ച് കട്ടൊക്കെ മേടിച്ചിട്ട് ചെയ്യാം. അപ്പൊ പെട്ടെന്ന് മനസ്സിലാവും. ന്യൂസിൽ ട്രേഡ് ചെയ്യാതെ ന്യൂസിൽ ചിലപ്പോ വേറെ പ്രശ്നമുണ്ട് ആഷ്റഫേ. ചിലപ്പോ ഇതടിക്കും, എന്താണ് നമുക്ക് ഹെൽപ്പ് ചെയ്യും ചില സമയത്ത്. ചില ന്യൂസ് വലിയ ഇതുണ്ടാവുന്ന സമയത്ത്, വലിയ ക്യാപിറ്റൽ ഉണ്ടാവുന്ന സമയത്ത് ഈ സ്റ്റോപ്പ് ലോസ് വെക്കാത്ത സ്വഭാവമൊക്കെ ആൽവിൻ തുടങ്ങിയിട്ടുള്ളൂ. സ്റ്റോപ്പ് ലോസ് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞാൽ മുന്നത്തെ ആഴ്ചയാണ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുള്ളൂ. അപ്പോൾ സ്റ്റോപ്പ് ലോസ് വെക്കാത്ത സ്വഭാവമുള്ള ആളുകൾക്കൊക്കെ എന്ത് ചെയ്യും, ന്യൂസിൽ ചിലപ്പോൾ ചില സമയത്ത് എന്ത് ചെയ്യും, ഞാൻ അത് കഴിഞ്ഞിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കാതിരിക്കരുത് കേട്ടോ, ഞാൻ ഇപ്പോൾ പറഞ്ഞു എന്നല്ല, വലിയ ക്യാപിറ്റലുള്ള ആളുകൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, കയറി ഇറങ്ങുന്ന സമയത്ത് ചിലപ്പോൾ നല്ല രീതിയിൽ പ്രോഫിറ്റ് അടിക്കാനുള്ള സാധ്യതയുണ്ട്. എനിവേ അതവിടെ നിൽക്കട്ടെ. ആൽവിൻ്റെ അനുഭവങ്ങൾ ഇനിയും വരാനുള്ള ഒരുപാട് സമയമുണ്ട്. ഇപ്പൊ അടുത്ത ഇതിലേക്ക് പോവാം. 20% എന്ന് പറയുന്നത് ആരെങ്കിലും ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഗെയിൻ ചെയ്തിട്ടുണ്ടോ? 20 to 25 ഉള്ളിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടെങ്കിൽ കൈബന്ധിച്ചോ. ആളുകൾ കുറഞ്ഞു വരുന്നുണ്ട്, എനിക്കറിയില്ല ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. ഓക്കെ, 20 വർഗീസ് 20 ചെയ്തോ? ഓ സാറേ 23 ഉണ്ട്. 23 ഉണ്ടോ? അത് തിരിച്ചെടുക്കോ? ശരിക്കും പറഞ്ഞാൽ എന്റെ ക്യാപിറ്റൽ 50 ഉള്ളൂ. ഓക്കെ, ട്രേഡ് കാരണം ഞാൻ ക്യാപിറ്റൽ കുറച്ചിട്ടതാ. ഓക്കെ, രണ്ടാമത് വർഗീസ് സാറേ ഞാൻ തിരക്കില്ല, പിള്ളേരെ സ്കൂളിലോട്ട് തിരക്കില്ല, സോറി. ഓക്കെ, അപ്പൊ 23% വർഗീസ് ഉണ്ട്, ഒരാളുണ്ട് കേട്ടോ.
അപ്പോൾ ക്യാപിറ്റൽ ചെറുത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. എന്തായാലും അവിടെ നിൽക്കട്ടെ. ഞാൻ വർഗീസിന് കൂടുതൽ സംസാരിക്കുന്നു. വർഗീസ് എന്ന് വെച്ചാൽ ക്യാപിറ്റൽ വാഷ് ഔട്ട് ചെയ്തിട്ട് ഉണ്ടാവുന്ന കേട്ടോ, അതാണ്. ഇനി 50% ടു 20%ൻ്റെ ഇടയിൽ ആരെങ്കിലും ഉണ്ടോ? 50 to 20%ൻ്റെ ഉള്ളിൽ ആരും ഇല്ല എന്ന് തോന്നുന്നു. 10% to 50%ൻ്റെ ഉള്ളിൽ ആരെങ്കിലും ഉണ്ടോ? അതുമില്ലേ? അതെന്ത് പറ്റി? അങ്ങനെ ഒരു ഇതില്ലാതായി പോയത്. 5% to 10% ആരെങ്കിലും ഉണ്ടോ? അതുണ്ടാവില്ല എന്തായാലും. സിനാൻ, ഷെല്ലി, ജോഫിനോ? ജോഫിന് അല്ല വീക്ക് സാറേ, പ്രോഫിറ്റ്. ഞാന് മറ്റേ ട്രേഡ് റൂട്ടിന്റെ സ്ട്രാറ്റജി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസിക്കലി പ്രോഫിറ്റിലാണ്. ബാക്കിയൊക്കെ ഞാൻ അല്ലാതെ കൊണ്ടുപോയി കളഞ്ഞതാണല്ലോ. അപ്പം അതെനിക്ക് ഇഷ്ടപ്പെട്ടു. സിനാൻ, ഷെല്ലി, ഞാനിപ്പോൾ ഇതിലിപ്പോൾ 1, 2, 3, 4, 5 പേരുണ്ട്. അപ്പോൾ ഷെല്ലി നല്ല രീതിയിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ട് എന്ത് പറ്റി? താഴോട്ടേക്ക് പോയല്ലോ ഷെല്ലി. ഞാൻ 2-3 വർക്ക് റിലേറ്റഡ് ട്രാവലില്ല. ഓക്കെ. സിനാൻ എത്ര പെർസെൻറ്റേജ് മാർക്കറ്റ് ആയിരുന്നു? ടൈം കഴിയും. മാർക്കറ്റ് ടൈം കഴിയും. സിനാൻ എത്ര പെർസെൻറ്റേജ് ഉണ്ടായി? 6. ഷെല്ലിക്ക് 6% ആകണ്ടല്ലേ ഞാൻ കണ്ടത്? 6. 6. ജോഫിന് എത്രയാ? ജോഫിൻ പിന്നെ രസം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കറക്റ്റ് 5.35 സംതിങ്. അഭിഷേകിനോ? 9 സർ. അതിന് വൈശാഖിന് എത്ര ഉണ്ടായി? വൈശാഖ് കുറഞ്ഞല്ലോ ഇത് ആഴ്ച. 8.33 സർ. 8.33. ക്യാപിറ്റലിൽ ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. $49 ഈ വീക്കിൽ ഉണ്ടാക്കിയിരുന്നു അല്ലേ? ഓക്കെ. ക്യാപിറ്റൽ നോക്കുന്ന സമയത്താണ് കുറവ് വന്നിരിക്കുന്നത്. ഡോളർ ഉണ്ടാക്കുന്നതിൽ അത് കുറവ് പറ്റില്ല അല്ലേ? ഇല്ല. അതാണ്. ഓക്കെ. കൂട്ടിയിട്ടില്ല അല്ലേ? ക്യാപിറ്റൽ ഇത് കൂട്ടിയിട്ടില്ല അല്ലേ? വൈശാഖ് കൂട്ടിയിട്ടില്ല. ഒരു 300 ഒക്കെ എത്തിയിനി വൈശാഖ് പതുക്കെ 0.02 കൂട്ടാട്ടോ. 0.02, 0.03 ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. 300 ഒക്കെ എത്തി. 600 ആയി ഓൾറെഡി സാറേ. അപ്പോൾ പിന്നെ ഡെഫിനറ്റ്ലി ചെയ്യാം. ഒരു 3, 4 5 വേണമെങ്കിൽ ചെയ്യാം. 0.03 ചെയ്യാം കേട്ടോ. 5 6 ചെയ്യാം. ഓരോ 100 വരുന്നതും 100 കൂടുന്നതിനനുസരിച്ചും 0.01, 0.01 കൂട്ടിക്കൊണ്ടുവരാം കേട്ടോ. കോൺഫിഡൻസ് കുറവുണ്ടെങ്കിൽ ആദ്യത്തെ ഒരാഴ്ച എന്ത് ചെയ്യുക? 0.3 4 സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ കോൺഫിഡൻറ്റ് കുറവൊന്നും ഉണ്ടാവില്ലേ? കാരണം നല്ല രീതിയിൽ ഉണ്ടാക്കുന്നതല്ലേ, പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആളാണ്. അപ്പോൾ കോൺഫിഡൻറ്റ് കുറവൊന്നും ഉണ്ടാവില്ല. 0.03 ഇതിൽ ചെയ്ത് നോക്കുക. അപ്പോൾ അത് കോൺഫിഡൻറ്റ് ആവണമെങ്കിൽ പിന്നെ എന്ത് ചെയ്യുക? പിന്നത്തെ ആഴ്ച വരുന്നത് നമ്മളിപ്പോൾ ക്യാപിറ്റൽ എത്ര ഉണ്ട് അതിനെ ബേസ് ചെയ്തിട്ട് ലോട്ട് എടുക്കുക കേട്ടോ. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് 2.5% ആണ്. 2.5% എന്ന് പറയുന്നത് എത്ര പേരുണ്ട്? 2.5% ടു ഇത് വരുന്നത് 11 പേരുള്ളല്ലോ. റൂഗസ് എത്ര പെർസെൻറ്റേജ് കിട്ടി? 3.1. 3.1. സവീഷോ? 3.6 സംതിങ്. 3.6 സംതിങ്. സവീഷ് കഴിഞ്ഞ തവണയും പ്രോഫിറ്റ് അല്ലായിരുന്നോ? പ്രോഫിറ്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഏറെക്കുറെ നമ്മുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്, ട്രേഡ് റൂട്ടിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് 2.5 ആണ്. ഇതിൽ നോക്കുമ്പോൾ കാണാം 2.5 വെറും 2 പേരിൽ മാത്രമാണ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത്. ഇതിൽ 2 പേരിൽ മാത്രമാണ് നിന്നിരിക്കുന്നത്. ബഹുഭൂരിപക്ഷം അതിൻ്റെ മുകളിലാണെന്നുള്ളതാണ്. 5 പേര് 5%ൻ്റെ മുകളിൽ വന്നിട്ടുണ്ട്. 20%ൻ്റെ മുകളിൽ ഒരാൾ വന്നിട്ടുണ്ട്. 25%ൻ്റെ മുകളിൽ 2 പേര് വന്നിട്ടുണ്ട്. 30%ൻ്റെ മുകളിൽ 2 പേര് വന്നിട്ടുണ്ട്. 50%ൻ്റെ മുകളിൽ ഒരാൾ വന്നിട്ടുണ്ട്. അതായത് 5, 10, 11 പേര് 2.5%ൻ്റെ മുകളിൽ 5%ൻ്റെ മുകളിൽ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. വീണ്ടും കഴിഞ്ഞ തവണ ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന പല ആളുകൾക്കും ഇത് മനസ്സിലാവുന്നുണ്ടാവും, അല്ലെങ്കിൽ മനസ്സിലാവാതെ ട്രേഡ് എടുക്കാതിരിക്കുന്നുണ്ടാവും. നമ്മുടെ സ്ട്രാറ്റജിയിൽ ട്രേഡ് എടുക്കാതെ മറ്റു കാര്യങ്ങളൊക്കെ പോയി ക്യാപിറ്റൽ വാഷ് ഔട്ട് ചെയ്തും വലിയ ലോസ് വന്ന ആളുകളുണ്ടാവും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ സ്ട്രാറ്റജി നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സ്ട്രാറ്റജി ആണെന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതെന്തുകൊണ്ട് കഴിയുന്നില്ല? അതാണ് എനിക്ക് അറിഞ്ഞാൽ മതി. അങ്ങനെയാണെങ്കിൽ എനിക്ക് അതിൻ്റെ മുകളിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആരെങ്കിലും ഒരാൾ കൈബന്ധിച്ച് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കഴിയാത്തത്? എന്തുകൊണ്ടാണ് ഇതിന് താഴെ? എനിക്കറിയാം ഇതിന് താഴെ ലോസ് വന്ന ആളുകളുണ്ടെന്നാണ്. ലോസ് വന്ന ആളുകളൊന്ന് കൈബന്ധിച്ച്. നിങ്ങൾക്ക് ലോസ് വന്ന ഹരികൃഷ്ണൻ വന്നിട്ടുണ്ട്, ആൽവി വന്നിട്ടുണ്ട്. നിങ്ങൾ ട്രേഡ് എടുത്ത് ലോസ് വന്നാണോ? അല്ലേ? ട്രേഡ് എടുത്ത് നമ്മുടെ ട്രേഡിൻ്റെ സ്ട്രാറ്റജി ട്രേഡ് എടുത്ത് ലോസ് വന്നതാണ്. അല്ലാതെ ട്രേഡ് എടുത്ത് അതിന് പുറത്ത് ട്രേഡ് എടുത്ത് ലോസ് വന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടോ? ജോഫിനുണ്ട്. അത് ഞാനുണ്ട് കേട്ടാ. ട്രേഡ് റൂട്ടിന്റെ സ്ട്രാറ്റജിയിൽ ലോസ് വന്നുണ്ട്, പുറത്ത് ലോസ് വന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെയുള്ള ബാക്കിയുള്ള ആളുകളൊന്നും കൈബന്ധിക്കാത്തതെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. സവീഷ്, റിയാസ് പഴയതാണ്, റഷീദ്, മുനവർ, പ്രീതി എന്തുകൊണ്ട് കൈബന്ധിക്കുന്നില്ല? അതുപോലെ
കിഷോർ ഓൾറെഡി പറഞ്ഞാണ്. ഫർഹാൻ എന്തുകൊണ്ട് ഫർഹാൻ പുതിയ ബാച്ചാണ്. അൻവർ, അലി, അജ്മൽ 3 പേര് എന്തുകൊണ്ട് കൈപൊന്തിക്കുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അല്ലെങ്കിൽ എന്തുകൊണ്ട് റിപ്ലൈ തരുന്നില്ല. എന്തുകൊണ്ടായിരിക്കും ഹരികൃഷ്ണൻ ഒരു പ്രശ്നം വന്നിരിക്കുന്നത്? ഹരികൃഷ്ണൻ എന്താണ് ഹരികൃഷ്ണന് പറ്റിയ പ്രശ്നം? ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് പറഞ്ഞാൽ മതി സാർ. എന്റെ കാര്യം പറയാം. ഞാൻ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. ഓക്കെ, കുഴപ്പമില്ല. വേണമെങ്കിൽ പറയണമെന്നില്ല കേട്ടോ, അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ പറയണമെന്നില്ല. ഓക്കെ, ജോഫിൻ, എന്താണ് ജോഫിന്റെ പ്രോബ്ലം എന്തായിരുന്നു? ഞാന് ഈ പറയുന്ന പോലെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇതിനു മുന്നിൽ ഇരുന്ന് ചില സമയത്ത് നമ്മള് ഒന്ന് സ്ക്രീനിൽ നിന്ന് മാറി കഴിയുന്ന സമയത്ത് എനിക്ക് അത് കറക്റ്റ് ടൈമിൽ പിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഒരു ഗിൽറ്റി ഫീലിംഗ് വരും. അപ്പൊ അങ്ങനെ വരുമ്പോ വേറെ ഒരു ബ്ലൈൻഡ് ആയിട്ടായിരിക്കും ചിലപ്പോ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടാവുക. അവിടെ ഈ പറഞ്ഞ പോലെ സ്റ്റഡിയോ കാര്യങ്ങളൊന്നും നടത്താതെ ഇത് നടത്താതെ ഒക്കെ ചെയ്യും. പിന്നെ ന്യൂസ് ടൈമിൽ അത് പറ്റിയത് അങ്ങനെയൊക്കെ അതാണ്. അതായത് സ്ട്രാറ്റജി പക്കയായിട്ട് ഫോളോ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തിട്ടൊക്കെ എനിക്ക് പ്രോഫിറ്റബിൾ ആണ്. പക്ഷെ ഞാൻ അതിന് പുറത്ത് ചെയ്തിട്ടാണ് എനിക്ക് വന്ന മിസ്റ്റേക്സ് എല്ലാം വന്നിട്ടുള്ളത്. ആൽവിൻ അത് തന്നെയാണോ? അതന്നെ സെയിം തന്നെ. ഗിൽറ്റിയാണ് ഇവിടെ കൂടുതൽ. കാരണം വെയിറ്റ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി ഇല്ല. എപ്പോഴാണോ ഓപ്പർച്യൂണിറ്റി ഇപ്പൊ കിട്ടും, അടുത്ത ക്യാൻഡിൽ ഇതൊന്ന് താഴേക്ക് ഇറങ്ങിയിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും ഇത് എക്സിക്യൂട്ട് ചെയ്തിട്ട് ഒന്ന് മാറിപ്പോയാൽ മതി. ഇനി അഥവാ എക്സിക്യൂട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാല് സ്റ്റോപ്പ് ലോസ് അടിക്കാൻ വേണ്ടി എത്ര വേണമെങ്കിലും വെയിറ്റ് ചെയ്യാവാണെങ്കിൽ അതിൽ മോഡിഫിക്കേഷൻ വരുത്തുന്നുണ്ട്. ഈവൻ TP അടിക്കുമ്പോ അത് കുറച്ചു നേരം അവിടെ ഇങ്ങനെ തട്ടിക്കളിച്ചിരിക്കുന്ന കാണുമ്പോ അപ്പൊ തോന്നും ദൈവമേ ഇനി ഇത് മിക്കവാറും സ്റ്റോപ്പ് ലോസ് ആവുന്ന, പിന്നെ അത് ഒന്നല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ ആക്കാം, അല്ലെങ്കിൽ കിട്ടുന്നത് കിട്ടട്ടെ എന്നും പറഞ്ഞ് ഇറങ്ങിപ്പോരുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് എന്റെ ഒരു മെയിൻ ആയിട്ട് പ്രശ്നം. സൈക്കോളജിക്കലായ ഇഷ്യൂ എന്നുള്ള 2 പേര് പറഞ്ഞു. ആൽവിനും അതെ പറഞ്ഞു. അതെ നമുക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ഒരു ദിവസം ഇരിക്കാം. എന്തായാലും നമുക്ക് ഇങ്ങനെ വിട്ടാൽ മതിയാവില്ല. വേണ്ട, ഇരിക്കല്ലേ. എപ്പോൾ ഇരിക്കാൻ പറ്റും? അടുത്ത ആഴ്ച, അല്ലെങ്കിൽ ഇപ്പോൾ നാളെ മറ്റന്നാളോ ഒരു ദിവസം വേണമെങ്കിൽ നിങ്ങൾക്ക് 3 പേർക്കും ഇരിക്കാം. നാളെ മറ്റന്നാളും പറയാത്തതെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ശനി ഞായറും ആയതുകൊണ്ട് ഇപ്പോൾ ട്രാവലിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. എന്നിരിക്കാൻ പറ്റും നിങ്ങൾക്ക് വേണ്ടി? ഉച്ച സമയത്ത്, വൈകുന്നേരമല്ല, ഉച്ച സമയത്ത് എന്നിരിക്കാൻ പറ്റും. ഓണാണ്, അഭിഷേകം ഓണാണെന്ന് പറഞ്ഞു. അപ്പോൾ ഓണം കഴിയട്ടെ. എനിക്ക് ഓണത്തിന് ട്രാവലിംഗ് ഉണ്ട്. അപ്പോൾ അതാണ് വേറെ പ്രശ്നം. എന്തായാലും നിങ്ങൾക്ക് വേണ്ടി സെപ്പറേറ്റ് ഇരിക്കും. എന്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി സെപ്പറേറ്റ് ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഞാനിവിടെ ഇരിക്കുന്ന എല്ലാവരോടും കൂടി പറയുന്നത്, ഇവർ ഫെയിലായ ആളുകളാണ്, അല്ലെങ്കിൽ ഫെയിലറായി പോയ ആളുകളാണ്. നമ്മൾ പറയുന്ന ഒരു സിസ്റ്റത്തെ ഫോളോ ചെയ്തിട്ടും അത് ഫോളോ ചെയ്യുന്ന സമയത്ത് അവർക്ക് പറയുന്നുണ്ട് എന്താണ്, അവർക്ക് അതിൻ്റെതായുള്ള ഒരു റിസൾട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്ത് അവരുടെ സൈക്കോളജി ശരിയാവുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സൈക്കോളജി ശരിയാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? നമ്മൾ പേഴ്സണലി ഇരിക്കുകയാണ്. 2 പേരെ പറഞ്ഞു. ഹരികൃഷ്ണന്റെ അവസ്ഥ എനിക്കറിയില്ല. ഹരികൃഷ്ണൻ കാനഡയിലാണെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ ഹലോ സാർ, പറഞ്ഞോളൂ. പറഞ്ഞോളൂ, ഹരികൃഷ്ണൻ പറഞ്ഞോളൂ. ഹരികൃഷ്ണൻ കാനഡയിലല്ലേ? സാർ അത് ഇല്ല US-ലാണ്? സാർ, യുകെയിലാണ്. യുകെയിലാണ്. പറഞ്ഞോളൂ. സാർ പറഞ്ഞോളൂ. എത്രയും സാർ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഇത് എത്ര പെട്ടെന്ന് സംഭവിക്കുന്നോ അത്ര നല്ലതാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാ സാർ എനിക്ക് ഇപ്പോഴും പറയാനുള്ളൂ. അതെനിക്ക് ഞാൻ ആവറേജിങ് ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. അറ്റ്ലീസ്റ്റ് ഞാൻ ആവറേജിങ്ങിന്റെ ക്ലാസ് കഴിഞ്ഞ പിന്നെ ആവറേജിങ് സ്റ്റാർട്ട് ചെയ്തത്. ഗുഡ്, വെരി ഗുഡ്. അങ്ങനെ ചെയ്യരുത് പറഞ്ഞിട്ട് ചെയ്യിപ്പിച്ചു. അത് ഞാൻ പറഞ്ഞു. ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? ചെയ്യരുത് എന്ന് എത്ര തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതില്? അത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? എന്നൊക്കെ ആദ്യം ഇത് പറയട്ടെ, പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? തീർച്ചയായും. പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ സ്ട്രാറ്റജി ഒക്കെ അറിയായിരുന്നു. സ്ട്രാറ്റജി വെച്ച് ട്രേഡ് എടുത്തു, നല്ല പ്രോഫിറ്റ്. പിന്നെ അത് കഴിഞ്ഞ് ആവറേജിങ് വന്നു. പിന്നെ നമ്മൾ ഓരോ ക്യാൻഡില് പഠിക്കാനൊക്കെ തുടങ്ങി. പ്രത്യേക രീതിയിൽ ഓരോ ക്യാൻഡിലും തോന്നിയ രീതിയിൽ എന്തൊക്കെയോ പഠിക്കാൻ മാർക്ക് സ്ട്രക്ചർ ഡോക്ടർ മാർക്ക് സ്ട്രക്ചർ ഒക്കെ പഠിക്കാൻ ശ്രമിച്ചു. എന്നിട്ട് അതിന്റെ കൂടെ നമ്മള് ഓരോ ക്യാൻഡിലും ഒബ്സർവ് ചെയ്ത് അപ്പൊ തന്നെ എന്റെ മൈൻഡ് പോയി. എന്റെ നല്ലൊരു മൈൻഡ് ആയിരുന്നു എന്ന് എനിക്കറിയാം, പക്ഷെ അത് പോയി. എന്നിട്ട് അതിൽ നിന്ന് പിന്നെ കേറാൻ പറ്റില്ല. അതിന്റെ മേലെ നല്ലൊരു പ്രോഫിറ്റിന്റെ ഒരു ബേർഡൻ ഉണ്ടായിരുന്നു. അതും കൂടെ ആയപ്പം ഉണ്ടാക്കി വെച്ചു. അതും കൂടെ ആയപ്പോ മൊത്തത്തിലങ്ങ് പോയി. എന്നിട്ട് പയ്യെ പിന്നെ എനിക്ക് മനസ്സിലായി അതിങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. ഇത് എത്ര വന്നത് നന്നായി, അത്രേ ഉള്ളൂ. സന്തോഷം. അടുത്ത പരിപാടി പിടിക്കുക. നന്നായി തുടങ്ങാമെന്ന്. ഹരികൃഷ്ണന്റെ കാര്യം പറയട്ടോ. നിങ്ങൾക്ക് ആൽവിനെ കുറിച്ച് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. പഴയ ഇരിക്കുന്ന ആളുകൾക്ക് ആൽവിനെ കുറിച്ച് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഹാർഡ് വർക്കും കാര്യങ്ങളൊന്നും.
ഹരികൃഷ്ണൻ അങ്ങനെ ഒരാളായിരുന്നു. ഒരു സൈലന്റ് ആയി പോയ ഒരാളായിരുന്നു. സൈലന്റ് ആൽവിൻ ഇങ്ങനെ സംസാരിക്കുന്നതുകൊണ്ടാണ് എപ്പോഴും ആൽവിന് നമ്മളെപ്പോഴും ഇങ്ങനെ എന്താണ് നമ്മുടെ മുന്നിൽ നിന്നിരുന്നത്. ഹരികൃഷ്ണൻ ക്ലിയർ ആയിട്ട് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിരുന്ന ആളാണ്. നല്ല രീതിയിൽ സ്ട്രാറ്റജി പിക്ക് ചെയ്തിരുന്ന ആളാണ്. നല്ല രീതിയിൽ ഹരികൃഷ്ണന്റെ പഴയ ഇതൊക്കെ നോക്കി കഴിഞ്ഞാൽ കാണാം ലോസ് വളരെ കുറച്ച് നല്ല രീതിയിൽ സ്ട്രാറ്റജി പിക്ക് ചെയ്തിരുന്ന ആളായിരുന്നു. ഹരികൃഷ്ണനാണ് ഇപ്പോൾ ഈ അവസ്ഥയിൽ നിൽക്കുന്നത്. അപ്പോൾ ആൽവിനോടും ജോഫിനോടും ഹരികൃഷ്ണനോടും ഒക്കെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഫ്രീ ആവുന്ന ഒരു സമയം എനിക്ക് വൈകിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകിട്ട് ഓൾറെഡി ഇപ്പോൾ 1-2 മണിക്കൂർ ക്ലാസ് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീണ്ടും എനിക്ക് സ്പെയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഉച്ച സമയത്ത് ഏതെങ്കിലും ഒരു ദിവസം ഉച്ച സമയത്ത് നിങ്ങൾക്ക് പറ്റുന്നൊരു സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം. നമുക്കത് ചെയ്യാം. ഞാൻ ഓണം കഴിയട്ടെ. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഓണം കഴിയട്ടെ. നാളെ മറ്റന്നാളും എനിക്ക് പറ്റില്ല. നാളെ മറ്റന്നാളെന്നല്ല അടുത്ത നമ്മുടെ ട്രേഡിംഗ് ഡേയ്സിൽ തന്നെ എനിക്കൊരു ട്രാവലിംഗ് ഉണ്ട്. അപ്പോൾ ഒഴിവാക്കാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാനുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോൾ ഒഴിവാക്കാൻ പറ്റാത്ത ട്രാവലിംഗ് ഡേ ആണ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വീക്കിലുണ്ട് ട്രാവലിംഗ് ഉണ്ട്. അപ്പോൾ ഈ 2 ആഴ്ചയും ഏതെങ്കിലും ഒരു ദിവസം വ്യാഴാഴ്ച വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഏതെങ്കിലും എനിക്ക് പറ്റുന്ന ദിവസത്തിൽ നമുക്ക് ഇരിക്കാം. നിങ്ങളുടെ ഫ്രീ ടൈം നോക്കിയിട്ട് ഇരിക്കാം. ഞാൻ പറഞ്ഞല്ലോ ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എക്സ്ക്ലൂസീവ് ആയിട്ട് എന്നൊക്കെ പറയുന്ന പോലെ ഇരിക്കുകയാണ്. നമ്മൾ ഇരിക്കുകയാണ്. കാരണം നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്ന ആളുകൾ അതുപോലെ തന്നെ നമ്മൾ പറയുന്ന സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് സൈക്കോളജിക്കൽ ആയുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവരെ കറക്റ്റ് ചെയ്ത് തന്നെ തുടങ്ങാമെന്നുള്ളതാണ് ആദ്യത്തെ ഒരു സ്റ്റെപ്പ്. സക്സസ് ആയ ആളുകളിലേക്ക് ഞാൻ കൂടുതൽ ഇറങ്ങി വരാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരും ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു ടൈമിൽ അവരും വന്നിട്ട് പറയും എനിക്കും സൈക്കോളജിക്കൽ ആയുള്ള ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളെയും അവർക്കും വേണ്ടിയിട്ട് എന്ത് ചെയ്യും ഇതുപോലെ തന്നെ നമ്മൾ ഇരിക്കും. ആദ്യം ഞാൻ ഉദ്ദേശിച്ചിരുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നി കാരണം എന്താ വെച്ചാൽ ഡേ ബൈ ഡേ ആകുമ്പോൾ ആളുകൾ ഇങ്ങനെ കുറഞ്ഞ് ഇങ്ങനെ വരികയാണ്. അപ്പോൾ വേണ്ടവർക്ക് മാത്രം കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ആദ്യം നിങ്ങൾ 3 ആൾക്കും വെക്കാം. നോക്കാം വേറെ ആർക്കെങ്കിലും വേണമെങ്കിൽ സക്സസ് ആയ ആളുകളല്ല ഞാൻ പറയുന്നത്. സക്സസ് ആയ ആളുകൾക്ക് ഞാനിപ്പോൾ കൊടുക്കില്ല. സക്സസ് ആവാത്ത ആളുകളുണ്ടെങ്കിൽ ഒരു 2 സ്ലോട്ടും കൂടി ഉണ്ട്. മൊത്തം 5 പേരെ വെച്ചിട്ടേ ഞാൻ എടുക്കുള്ളൂ. 5 പേരിൽ കൂടുതൽ ഞങ്ങൾ എടുക്കില്ല. വേറെ ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് വരാം. അത് ചെറിയ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന ആളുകൾ, വലിയ പ്രോഫിറ്റിലേക്ക് ഞാൻ വീണ്ടും പോകുന്നില്ല. ചെറിയ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കൈപോക്കാം. മൊത്തം 5 പേർക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം. ഓക്കെ, പ്രീതി ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ പ്രീതി, സവീഷ്, സിനാൻ എടുക്കാത്ത എന്തുകൊണ്ടാണെന്ന് അറിയാലോ. ഞാൻ പറഞ്ഞിട്ടുണ്ട്. സിനാൻ അവിടെ നിൽക്കട്ടെ. പ്രീതി, സവീഷ്, ഹരികൃഷ്ണൻ, ആൽവിൻ, പിന്നെ ആരായിരുന്നു ഒരാൾ ജോഫിൻ. റെഡി ആണോ നിങ്ങൾ ഒരു ദിവസം ഏതെങ്കിലും ഒരു ദിവസം? ഓ സർ ഡേറ്റ് പറഞ്ഞു. ഞങ്ങള് പരസ്പരം സംസാരിച്ചിട്ടേ എല്ലാവർക്കും ഒഴിവാവണ ഒരു ഡേറ്റ് നോക്കിയിട്ട് സാറിന്റെയും കൺവീൻസ് നമുക്ക് തീരുമാനിക്കാം. ഉച്ചയ്ക്ക് ജനറൽ ടോക്സിൽ നിങ്ങൾക്ക് പറ്റുന്ന ഒരു ദിവസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ത്രെഡ് ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ഓപ്പൺ ആക്കിയിട്ടോ, അല്ലെങ്കിൽ ഞാൻ ഓപ്പൺ ആക്കിയിടാം. നിങ്ങൾ ആ ത്രെഡിൽ വേണമെങ്കിൽ ഡിസ്കസ് ചെയ്തോ. ഓക്കെ, ക്ലിയർ ആയോ? ആൽവിൻ ക്ലിയർ ആയോ? ത്രെഡ് ഓപ്പൺ ആക്കിയിടാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ 4 ആളെ ഞാൻ മെൻഷൻ ചെയ്തിട്ട് ത്രെഡ് ഓപ്പൺ. ഓക്കെ, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ള ആളുകൾക്ക് എടുക്കാം. എടുക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞില്ലേ, ലോ പ്രോഫിറ്റ് അല്ലെങ്കിൽ ചെറിയ പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾ ഇപ്പോഴും സൈക്കോളജി സെറ്റായിട്ട് പറ്റാത്ത ആളുകളെ വെച്ചിട്ടായിരിക്കും പതുക്കെ എടുക്കുക. വരുന്ന ആളുകളോട് ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളവിടെ സംസാരിക്കണം. ഇവിടെ ഇരിക്കുന്ന പോലെ മിണ്ടാതെ ഇരിക്കരുത്. ഇവിടെ ക്ലിയർ ആയിട്ട് സംസാരിക്കുക. നിങ്ങൾ സംസാരിച്ചാൽ മാത്രമേ എനിക്ക് എന്താണെന്നുള്ള പിടുത്തം കിട്ടുള്ളൂ. സംസാരിക്കണം. അപ്പോൾ സംസാരിക്കാൻ തയ്യാറുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ അതിനുള്ള തയ്യാറെടുപ്പ് നമ്മൾ നടത്തുന്നതായിരിക്കും കേട്ടോ. ചെയ്യാം നമുക്ക് കേട്ടോ. ഓക്കെ അല്ലേ സനു? നമുക്ക് ചെയ്തൂടെ? നമ്മൾ പലവട്ടം പറഞ്ഞാണത്. ചെയ്തൂടെ സനു? ചെയ്യണം, നമ്മൾ പലവട്ടം പറഞ്ഞാണ്. ഓക്കെ, അപ്പോൾ ഈ ആഴ്ചയിലെ ബെസ്റ്റ് പെർഫോമർ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി എന്താണ്, ഷാജാൻ തന്നെയാണ്. അപ്പോൾ അപ്ലോസ് കൊടുക്കണം, നമ്മൾ ഡെഫിനറ്റ്ലി കൊടുക്കണം അല്ലേ? കൊടുക്കണം. 50% എന്ന് പറഞ്ഞത് നല്ല രീതിയിൽ തന്നെ കൊടുക്കണം. ഷാജാനുള്ള അഡ്വാൻറ്റേജും കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കൺസിസ്റ്റന്റ് ആയിട്ട് പോട്ടെ ഷാജാൻ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെയുള്ള കാണുന്നത് മറ്റുള്ള ആളുകൾക്കും കൂടി ഒരു ഇൻസ്പിറേഷനാണ്. അപ്പോൾ ആ ഇൻസ്പിറേഷൻ എന്നുള്ള രീതിയിൽ എടുത്താൽ മതി. അതൊരാളെ നശിപ്പിക്കും, അല്ലെങ്കിൽ ഒരാൾ അതിനുവേണ്ടി ഷെല്ലി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പോലെ. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ കാണുന്ന സമയത്ത് നിങ്ങൾ ഒരു ബെഞ്ച് മാർക്ക് ഒരിക്കലും സെറ്റ് ചെയ്യരുത്. അതിങ്ങനെ പതിയെ ഇങ്ങനെ വന്നുകൊള്ളും ആ ഒരു ബെഞ്ച് മാർക്ക് എന്നുള്ളത്. ഷെല്ലി ഇതുപോലെ 25-30% എടുത്ത സമയത്ത് ഷെല്ലിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് ഞാൻ വീണ്ടും പറയുന്നത്. നിങ്ങൾ ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യരുത്, ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് എടുക്കുക. കാരണം എനിക്കും പറ്റും, അത് നാളെ പറ്റും, അടുത്ത ആഴ്ച പറ്റും എന്നുള്ള രീതിയിൽ വാശി എടുക്കരുത്. കാരണം അതിന് ഷാജാൻ അഡ്വാൻറ്റേജ് ആയ കുറച്ച് പോയിന്റും കൂടി ഉണ്ട്. അത് നമ്മൾ ഓൾറെഡി സംസാരിച്ചിട്ടുണ്ട്. ഡെഫിനറ്റ്ലി 30% ആളുകളാണ് സ്റ്റാറുകൾ ആക്ച്വലി അല്ലേ. അഷ്റഫ് ആണെങ്കിലും കിഷോർ ആണെങ്കിലും സ്റ്റാറുകൾ കൃത്യമായി ഒരു പ്ലാനോട് കൂടി ആ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്ത് ഒരു പക്ഷേ ട്രേഡേഴ്സ് മൈൻഡ് സെറ്റിലേക്ക് എത്തിയിരിക്കുന്ന 2 പേര് എന്ന് പറയാം. ഞാൻ മൈൻഡ് സെറ്റാണ് പറയുന്നത്. അഷ്റഫ് ഇനിയും കുറേ നോളജ് കിട്ടാനുണ്ട്. കിഷോർ ഒരു പക്ഷേ നോളജിൻ്റെ കാര്യത്തിൽ ഒരുപാട് മുന്നിലാണ് ഇപ്പോൾ. അപ്പോൾ 2 പേർക്കും വ്യത്യാസമുണ്ട്. എന്നാൽ പോലും കണ്ടിന്യൂസ് ആയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്,
പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്, അവരെയും ഡെഫിനറ്റ്ലി എന്ത് ചെയ്യണം, അവരെയും നമുക്ക് അഭിനന്ദിച്ചേ മതിയാവുള്ളൂ അല്ലേ. ഇനി അടുത്ത് വരുന്നത് എന്താണ്, ഷമ്മാസ് ആൻഡ് യാസറാണ്. ഷമ്മാസിന്റെ കാര്യം ഓൾറെഡി ആൽവിൻ പറഞ്ഞിരുന്നു. വലിയ രീതിയിൽ സ്ട്രഗിൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ വലിയ രീതിയിൽ ഇത് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഷമ്മാസിനും ഉണ്ട്. അതുപോലെ യാസർ എന്ന് പറഞ്ഞു, യാസർ ഇപ്പോൾ പുതിയ ഒരാളാണ്. ഇപ്പോൾ ഷാജാനെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിൽ ഓൾറെഡി ഉള്ള ആളായിരുന്നു. പക്ഷെ എന്താണ്, യാസർ മാർക്കറ്റിൽ ഉണ്ടായിരുന്ന ആളല്ല, പുതിയ ഒരാളാണ്. അപ്പോൾ പുതിയ ഒരാളും അത്യാവശ്യം മോശമില്ലാത്തൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവരോട് രണ്ടുപേരോടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നിൽക്കുന്ന ഒരു ലോകം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ 25% എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വപ്ന ലോകത്തായിരിക്കാം. അത് യാഥാർത്ഥ്യത്തിലാക്കുക, സ്വപ്ന ലോകത്തിൽ നിന്ന് യാഥാർത്ഥ്യത്തിലാക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ചിലപ്പോൾ തിരിച്ചടിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നും കൂടി അറിയാം. കാരണം ഇങ്ങനെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത ആളുകൾക്ക് അതൊരു എക്സസീവ് ബാഗേജ് ആയിട്ട് അവർ താഴോട്ടേക്ക് പോയിട്ടുണ്ട്. അത് പോവാതിരിക്കുക. അതുകൊണ്ട് കൺസിസ്റ്റന്റ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. അതായത് 25% അല്ല നിങ്ങളുടെ കൺസിസ്റ്റൻസി. നിങ്ങൾക്ക് ഒരുപക്ഷെ 2.5% മുകളിൽ പോയാൽ പോലും കൺസിസ്റ്റൻസി ആണ് എന്ന് ചിന്തിക്കുക. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ 1-2 ട്രേഡുകൾ തിരിച്ചടിക്കുന്ന സമയത്ത് അടുത്ത ആഴ്ച നിങ്ങളുടെ സൈക്കോളജി പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ സൈക്കോളജി പോയാലും എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് 2.5% ആണ്, 25% അല്ല. ഈ ആഴ്ച അത് എനിക്ക് കിട്ടിയതിന് പല കാരണങ്ങളുണ്ടായിരുന്നു. അടുത്ത ആഴ്ച ചിലപ്പോൾ ആ കാരണങ്ങളൊന്നും വന്നിട്ടുണ്ടായിരിക്കില്ല, അതിൽ വരാനുള്ള സാധ്യത ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ സൈക്കോളജി കയ്യിൽ നിന്ന് പോകരുത്. ഓക്കെ. വർഗീസിനോട് പറയാനുള്ളത് ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വർഗീസ് ഇപ്പോൾ ഒരു വാഷ് ഔട്ട് ആയിട്ട് പിന്നെ വീണ്ടും എമൗണ്ട് ഇട്ടിട്ട് 20% എന്ന് പറഞ്ഞത്, വർഗീസ് ഇട്ട ക്യാഷിൻ്റെ ഇട്ടത് ചെറിയൊരു എമൗണ്ടാണ്, അതിൻ്റെ 25% എന്ന് പറയുന്നത്. ആക്ച്വലി ഇതുപോലെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുക. 20%ലേക്ക് ടാർഗറ്റ് വെക്കാതിരിക്കുക, കിട്ടുന്ന പ്രോഫിറ്റിലേക്ക് ടാർഗറ്റ് വെക്കുക. ഓൾറെഡി വാഷ് ഔട്ട് ആയ ഒരാളാണ്, സൈക്കോളജി റെഡി ആവാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ വാഷ് ഔട്ട് ആയ ആളോട് അത് വേണം. പിന്നെ ബാക്കിയുള്ള 5% പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത് 5%-ന്റെ മുകളിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത ആളുകളോട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അവരൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് കാലമായിട്ട് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ആളുകളാണ്. അത്യാവശ്യം സ്ട്രാറ്റജിയെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ആളുകളാണ്. നിങ്ങളോട് പറയാനുള്ളത് എന്താണ്, കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ ഉണ്ടാക്കിക്കോളൂ. താഴോട്ടേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. വന്നാൽ പോലും എന്താണ്, വലിയ രീതിയിൽ താഴോട്ടേക്ക് വരാതിരിക്കാൻ വേണ്ടി 2.5% ആയ ആളുകളോടും അത് തന്നെയാണ് പറയുന്നത്. ഒട്ടും വിഷമിക്കേണ്ട. ഇവിടെ 50% ഞങ്ങൾ കാൽക്കുലേറ്റ് അല്ലെങ്കിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് 2.5% ഉള്ളൂ എന്നുള്ള രീതിയിൽ ഒട്ടും വിഷമിക്കേണ്ട. കൺസിസ്റ്റൻസി ആണ് പ്രാധാന്യം. അതിലേക്ക് ഫോക്കസ് ചെയ്യുക. ഇനിയും നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവട്ടെ. പതിയെ വലിയ പ്രോഫിറ്റിലേക്ക് എത്തട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ ആശംസിക്കുന്നു. അങ്ങനെ വീക്കിലി പെർഫോമൻസ് അവസാനിപ്പിക്കുകയാണ്. അത് എല്ലാവരോടും. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫെയിലിയർ ആയവരോട് ഈ ഒരു ഫിഗേഴ്സ്, ഇവിടെ കാണുന്ന ഫിഗേഴ്സ് നിങ്ങൾക്ക് എപ്പോഴും എന്തായിരിക്കട്ടെ, ഇൻസ്പിറേഷൻ ആവട്ടെ. നിങ്ങൾക്ക് കഴിയും. നിങ്ങൾ മനസ്സിൽ വിചാരിച്ചു വെക്കുക. ഫെയിലിയർ ആയ ആളുകളോട് വീണ്ടും ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇത് കഴിയും കേട്ടോ. ഓക്കെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ അനാലിസിസ് അവസാനിപ്പിക്കാം.